ഞാൻ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. എല്ലാവർക്കും കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ കാണാം. ഇപ്പൊ എന്റെ വീഡിയോ ആണോ കാണുന്നത്? അത് ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു കറുപ്പും വെള്ളയും കൂടെ ഉള്ള ഒരു സ്ക്രീനാണോ? സർക്യൂട്ട്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ അത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാണ് നിർത്തിയതല്ലേ? ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ദിവസം അല്ലേ? ഈ കോഡ് കുറച്ചവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നുകൂടെ പറഞ്ഞുതരാം. സ്ക്രീനിലേക്ക് നോക്കിക്കോളേ. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് LDR എന്ന് പറഞ്ഞിട്ട് ഒരു സെൻസർ വേണം. ഇവിടെ കാണാൻ പറ്റാത്തൊരു ഫോണിന്റെ സ്ക്രീൻ ഒന്ന് ചരിച്ചു വെച്ചിട്ട് സൂം ചെയ്ത് നോക്കണേ. ഇവിടെ ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു ഒരു വൃത്തമാണ് ഒരു LDR സെൻസർ എന്ന് പറയുന്നത്. LDR സെൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ സൂര്യപ്രകാശം വീഴുന്ന സമയത്ത് അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിനെ ഓഫ് ചെയ്യും. ഒരു സ്വിച്ച് പോലെ പ്രവർത്തിക്കും. ആ സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശം വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതായത് സൂര്യപ്രകാശം വന്ന് വീഴുകയാണെങ്കിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന ലൈറ്റോ ഫാനോ എന്തായാലും എന്ത് ബൾബായാലും അതിനെ ഓഫ് ആക്കും. ലൈറ്റ് വീഴാത്ത സമയത്ത് അത് ഓൺ ആവും. അങ്ങനെയാണ് ഈ LDR വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അർഡിനോ ബോർഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ ദിവസം കണ്ട അർഡിനോ ബോർഡ് ഇല്ലേ? ഇതിനകത്ത് അർഡിനോ ബോർഡ് ഇല്ല. ഒരു സെക്കൻഡ് കാണിച്ചു തരാമേ. സ്ക്രീനിലേക്ക് വരുമ്പോഴേ സ്ക്രീനിൽ ഇപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു അർഡിനോ ബോർഡ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അർഡിനോ ബോർഡ് പരിചയപ്പെട്ടായിരുന്നു. അതിൽ ഡിജിറ്റൽ പിന്നുണ്ട്, അനലോഗ് പിന്നുണ്ട്. ഡിജിറ്റൽ പിൻ എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1, ഒന്നെങ്കിൽ കറണ്ട് ഉണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ് ഡിജിറ്റൽ പിന്ന്. നമുക്ക് പല വാല്യൂസ് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അനലോഗ് പിന്നുകൾ. അപ്പൊ നമ്മുടെ LDR നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അനലോഗ് പിന്നായ 5ലേക്കാണ്. A5 എന്ന് പറഞ്ഞ അനലോഗ് പിന്നിലായിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, ആ കണക്ഷനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണാം. നമ്മൾ അനലോഗ് പിന്നിന്റെ ഒരു വയർ എടുത്തിട്ട് നമ്മളിവിടെ A5, ഇതിന്റെ നീറ്റ് ആയിട്ടുള്ള പടം ഞാൻ വേറെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ കോഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഈ A5 നമ്മുടെ അർഡിനോ ബോർഡിലോട്ട് നമ്മൾ ഈ A5 എന്ന് പറയുന്ന ആ ഒരു LDRന്റെ ഒരു പിൻ എടുത്തിട്ട് A5ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതാണ് നമ്മളിവിടെ ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ആദ്യമേ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, LDRൽ ഇപ്പം സൂര്യപ്രകാശം വീഴുമ്പോൾ എന്തായാലും ഒരു കറണ്ട് വരും. ആ കറണ്ട് ആദ്യം 0 ആക്കി വെക്കണമെന്നാണ് ഈ രണ്ടാമത്തെ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമേ അർഡിനോ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഓൺ ആവണമെന്നില്ല. ആദ്യമേ 0 എല്ലാം 0 സെറ്റ് ചെയ്ത് വെക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ LED പിന്ന് 9, അതായത് നമ്മുടെ LED ബൾബില്ലേ, നമ്മുടെ ഇപ്പം തൽക്കാലത്തേക്ക് ഇലക്ട്രിക് പോസ്റ്റിനെല്ലാം എടുക്കുന്ന ഒരു ചെറിയ LED ബൾബാണ് എടുക്കുന്നത്. ആ ഒരു LED ബൾബ് നമ്മൾ 9 എന്ന് പറഞ്ഞ പിന്നിലേക്ക്, ഡിജിറ്റൽ പിന്നിലേക്കുമാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്. അതിലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു വലിയ വാക്ക് എഴുതിയിട്ടുണ്ട്, LDR വാല്യൂ ടു റൈറ്റ് ഈക്വൽ ടു 0. അതായത് നമ്മൾ LDRൽ നിന്ന് എടുക്കുന്ന വാല്യൂ നമ്മുടെ ആ സെൻസറിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ ഒരു കറണ്ടിന്റെ വ്യത്യാസം വരും. ആ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ 0 ആക്കി വെച്ച്, ഇവിടെ എഴുതിയത് അതിൽ നിന്ന് വരുന്ന കറണ്ടും 0, അതിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ 0 ആക്കി വെച്ചു. ഇത് ഇത്രയും ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഈ കാണുന്ന ആദ്യത്തെ 4 വരികളിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ LDR പിന്നിന് നമ്മളൊരു ഇൻപുട്ട് ആയിട്ടും LED പിന്നിന് നമ്മളൊരു ഔട്ട്പുട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു സെൻസർ ആദ്യത്തെ ദിവസം പഠിച്ചില്ലായിരുന്നു. സെൻസർ എന്താ ചെയ്യുന്നത്?
ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു സെൻസർ എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ സെൻസർ എന്താ ചെയ്യുന്നത്? സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അളന്നെടുക്കാനുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിനെ അളന്നെടുക്കുന്ന കാര്യമാണ് സെൻസർ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കിപ്പോ സൂര്യപ്രകാശം എത്ര, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് പനി വരുമ്പോ തെർമോമീറ്റർ വെച്ച് എന്താ അളക്കുന്നേ? നമുക്ക് പനി വരുമ്പോ തെർമോമീറ്റർ വെച്ചിട്ട് എന്താ അളക്കുന്നേ? അതെ, നമ്മുടെ ശരീരത്തിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നുള്ള, അല്ലെങ്കിൽ താപനില എത്രയാണെന്നുള്ളതാണ് നമ്മൾ അളക്കുന്നത്, അല്ലേ? അപ്പം അതേപോലെയാണ് ഒരു സെൻസർ. നമ്മൾ LDR വെച്ചിരിക്കുന്നത് ഒരു സെൻസർ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. അപ്പൊ നമ്മൾ LDR പിന്നിനെ ഒരു ഇൻപുട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സൂര്യപ്രകാശം എത്രത്തോളം പുറത്തുണ്ട് അതനുസരിച്ച് വേണമല്ലോ നമുക്ക് ഈ നമ്മുടെ ലൈറ്റിനെ പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പൊ സൂര്യപ്രകാശം എത്രമാത്രം സൂര്യപ്രകാശം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു LDR എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഒരു സെൻസറിന് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ LED പിന്നിന്, LED ബൾബ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു പ്രകാശം പുറപ്പെടുവിക്കാനല്ലേ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഒരു വരിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സീരിയൽ ബിഗിൻ എന്ന് പറയുന്നത് നമ്മുടെ അർഡിനോ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാക്കാണ് സീരിയൽ ബിഗിൻ എന്നുള്ളത്. നമ്മുടെ അർഡിനോ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൊടുത്തിരുന്നാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നോക്കണ്ട, ഇത് രണ്ടും മാത്രം മനസ്സിലാക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന LDR എന്ന് പറയുന്ന ആ ഒരു ചെറിയ സെൻസർ ഇൻപുട്ട് ആയിട്ടും LED എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിട്ട്, അതായത് പ്രകാശം പുറത്തേക്ക് കൊടുക്കാനും പ്രകാശം അകത്തേക്ക് എടുക്കാനും, അതിനെയാണ് ഈ ഒരു LEDയും LDR ഒക്കെ വെച്ച് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പ്രധാന ഭാഗമായ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. ഹലോ കേൾക്കാലോ? ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. അതിനുശേഷം നമ്മൾ LDR പിന്നിൽ നിന്ന് എടുക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ്, ആ ഒരു അളവ് നമ്മൾ ആദ്യമേ LDR വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചില്ലേ? ഇല്ലേ? നമ്മൾ ഈ ഒരു രണ്ടാമത്തെ വരിയിൽ അതിൽ നിന്ന് വരുന്ന വില എത്രയാണെന്നുള്ളത് 0 ആക്കി സെറ്റ് ചെയ്ത് വെക്കണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു അളവ് ഇനി നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതായത് LDRൽ നിന്ന് എടുക്കുന്ന വാല്യൂ, ഈ സൂര്യപ്രകാശത്തിന്റെ അളവ് നമ്മൾ ഈ 0 മാറ്റിയിട്ട് LDR വാല്യൂ എന്ന് പറയുന്ന ആ ഒരു വാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അതായത് നമ്മൾ ആ LDRൽ നിന്ന് എടുക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് നമുക്കൊരു 0 തൊട്ട് 100 ഇടയ്ക്കുള്ള ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു സംഖ്യ നമ്മൾ LDR പിന്നിലായിരിക്കും എടുത്ത് മേടിക്കുന്നത്. അതിനെ നമ്മൾ LDR വാല്യൂ എന്ന് പറഞ്ഞ് വേറൊരു വാക്കിലേക്ക് മാറ്റി. അതായത് ഒരു പെട്ടിയിലാണ് നമ്മൾ എങ്ങനെയാ പറഞ്ഞുതരിക, നമ്മളിപ്പോ കടയിൽ പോയിട്ട് ഒരു പെട്ടി എടുത്ത് തക്കാളി മേടിക്കാനാണ് നമ്മൾ കടയിൽ പോയത്. നമ്മൾ കടയിൽ പോയിട്ട് ആദ്യമേ ഒരു പെട്ടി എടുക്കുമ്പോൾ അത് ഒഴിഞ്ഞായിരിക്കത്തില്ലേ ഇരിക്കുന്നത്? അതിലെന്തെങ്കിലും കാണുമോ? തക്കാളി കാണുമോ നമ്മളൊരു പെട്ടി എടുക്കുമ്പോ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള തക്കാളികൾ നോക്കിയെടുത്ത് ആ പെട്ടിയിലേക്ക് പറക്കി വെക്കുകയല്ലേ ചെയ്യുന്നത്? അതേപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സൂര്യപ്രകാശത്തെ LDR പിൻ എന്ന് പറഞ്ഞ ഒരു പെട്ടിയിലേക്ക് അവരെടുത്ത് വച്ചു. എന്നിട്ട് നമ്മൾ കടക്കാരന്റെ നമ്മൾ എടുത്തു വെച്ച് തക്കാളിയൊക്കെ കൊടുക്കുമ്പോൾ അയാൾ അത് എത്ര ഉണ്ടെന്ന് കിലോ കണക്ക് നോക്കാനായിട്ട് വേറൊരു ത്രാസിന്റെ പെട്ടിയിലേക്ക് മാറ്റാറില്ലേ? മാറ്റത്തില്ലേ? അതേപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ എടുത്തു കൊടുത്ത സൂര്യപ്രകാശത്തിന്റെ അളവ് LDR വാല്യൂ എന്ന് പറഞ്ഞ് വേറൊരു പെട്ടിക്കകത്തേക്ക് മാറ്റി. ഇത്രയും മനസ്സിലായോ? നമ്മൾ സൂര്യപ്രകാശത്തിന്റെ അളവ് ഒരു പെട്ടിയിൽ എടുത്തു, LDR പിൻ എന്ന് പറഞ്ഞ ഒരു പെട്ടിയിലേക്ക് എടുത്തു. അതിനെ നമ്മൾ LDR വാല്യൂ എന്ന് പറഞ്ഞ വേറൊരു പെട്ടിയിലേക്ക് മാറ്റി. ആർഡിനോയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് LDR വാല്യൂ എന്ന് പറഞ്ഞ വേറൊരു പെട്ടിയിലേക്ക് മാറ്റി. അതാണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത്, ഈ പെട്ടിയിൽ, കടക്കാരന്റെ കൊടുത്ത പെട്ടിയിലാണ് ഇപ്പൊ സൂര്യപ്രകാശം ഇരിക്കുന്നത്, അല്ലെങ്കിൽ തക്കാളി ഇരിക്കുന്നത്, അല്ലേ?
അതിന് നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്കറിയണം. അതിനാണ് നമ്മൾ ഈ രണ്ടാമത്തെ വരി എഴുതിയിരിക്കുന്നത്. പ്രിന്റ് LN, സീരിയൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഔട്ട്പുട്ട് കാണിക്കാനായിട്ടാണ്. നമ്മളെ ആർഡിനോ ബോർഡ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എത്രയാണ് സൂര്യപ്രകാശത്തിന്റെ അളവെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലായോ? അതായത് നമ്മൾ സൂര്യപ്രകാശം സ്റ്റോർ ചെയ്ത് വെച്ചത് നമ്മൾ LDR വാല്യൂ എന്ന ആ പെട്ടി നമുക്ക് എടുത്ത് കാണിച്ചു തരുവാണ്. സൂര്യപ്രകാശത്തിന്റെ അളവ് ഇത്രയുണ്ടെന്ന് കാണിച്ചു തരികയാണ്. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഇത്രയും വരി മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ സിസ്റ്റം അല്ല, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് അല്ല. സാധാ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അപ്പോഴേ ലൈറ്റ് അങ്ങ് കത്തും. സൂര്യപ്രകാശം ചെറുതായിട്ടെങ്കിലും വന്ന് തുടങ്ങുവാണെങ്കിൽ ഈ ഒരു ലൈറ്റ് അങ്ങ് ഓഫ് ആവും. നമ്മുടെ ഇപ്പോഴും നാട്ടിലത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ അങ്ങനെയല്ലേ, ഒരു 6 മണിയാവുമ്പോ തന്നെ തനിയെ ഓൺ ആവുകയല്ലേ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ വിപിനെ? ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. അപ്പൊ ഈ മഴക്കോളൊക്കെ വരുമ്പോ അത് താനെ ഓണാവോ? ഓണാവും എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നത്. ഇരുണ്ടിരിക്കുമ്പോ നമുക്ക് പ്രകാശം വേണ്ടേ? നമ്മളിപ്പം പകലായാൽ പോലും നമ്മുടെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് ലൈറ്റ് ഒക്കെ ഇടത്തില്ലേ, കാരണം ചുറ്റുരുട്ടായതുകൊണ്ട്. അതേപോലെയാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ താഴത്തെ ഈ ലൂപ്പിനകത്തുള്ള മൂന്നാമത്തെ വരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പൊ ചുമ്മാ അതങ്ങ് ഓൺ ആക്കുകയല്ല ചെയ്യുന്നത്. അതായത് ചെറിയൊരു സൂര്യപ്രകാശം വന്നാൽ പോലും നമ്മുടെ LED ബൾബ് ഓഫ് ആവരുത്. നമുക്ക് ഈ സൂര്യപ്രകാശത്തിന്റെ തീവ്രത മാറുന്നതനുസരിച്ച് വേണം നമുക്ക് ഈ ലൈറ്റ് ഓൺ ആവാനും ഓഫ് ആവാനും. അതായത് ചെറിയ മഴക്കോളൊക്കെ വരികയാണെങ്കിൽ ലൈറ്റ് മൊത്തത്തിൽ കത്തിക്കിടക്കണമെന്ന് നിർബന്ധമുണ്ട്. ചെറിയൊരു പ്രകാശം പോരെ? അല്ലെങ്കിൽ നമുക്കിപ്പോ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ചെറുതായിട്ടല്ലേ നേരെ ഉരുട്ടി തുടങ്ങത്തുള്ളൂ. അപ്പൊ നമുക്ക് നല്ല രാത്രി 9 മണിക്കുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം നമുക്ക് ഈ വൈകിട്ട് 6 മണിക്ക് വേണോ? വേണ്ട. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വരി മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ്, ശ്രദ്ധിച്ച് കേട്ടോളെ. നമുക്ക് എടുക്കുന്ന മറ്റേ LDRന്റെ വാല്യൂ 0 തൊട്ട് 100 വരെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അനലോഗിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ അല്ലേ? അത് പക്ഷെ 0 തൊട്ട് 100 വരെ അല്ല, 344 തൊട്ട് 1023 വരെയാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ കോഡൊക്കെ നമുക്ക് നെറ്റിൽ കിട്ടും. നമ്മളത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ കോഡെല്ലാം കിട്ടും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഇതിനെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ, തിരുത്താനൊക്കെ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് തിരുത്താൻ കേട്ടോ. ഈ കോഡ് കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ 344 1023 ഇടയ്ക്കുമാണ് നമ്മുടെ ഈ സൂര്യപ്രകാശത്തിന്റെ അളവ് വരുന്നത്. അതിനെ നമ്മൾ 0 തൊട്ട് 255 ഇടയ്ക്ക് അതിലേക്ക് മാറ്റുകയാണ്. അതായത് 344 വന്ന 0, 1023 വന്ന 255. അത് മനസ്സിലായോ? ഈ ഒരു 4 മനസ്സിലായോ? അതായത് 344 1023 ഇടയ്ക്കാണ് സൂര്യപ്രകാശത്തിന്റെ അളവ് വരുന്നത്. അത് നമ്മൾ LED കൊടുക്കാൻ നമുക്ക് 357 1023 ഇടയ്ക്ക് പറ്റത്തില്ല. നമുക്ക് 0 255 ഇടയ്ക്കുള്ള ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മാത്രമേ ഡിജിറ്റലിലൂടെ കറണ്ടിന്റെ അളവ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 0 255 എടുത്തു വച്ചിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഡിജിറ്റൽ പിന്ന് 0 അല്ലെങ്കിൽ 1 മാത്രം കൊടുക്കാനുള്ള കഴിവേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ 0 1 കൊടുക്കുന്ന സ്പീഡാണ് വ്യത്യാസം വരുത്തുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ ഒറ്റ സെക്കൻഡിൽ 0, അടുത്ത സെക്കൻഡിൽ 1, 0 1 അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഒരു സെക്കൻഡിൽ തന്നെ 1000 തവണ ഇതിനെ മിന്നി കത്തിക്കും. പക്ഷെ നമ്മുടെ കണ്ണിന് അത് കാണാൻ പറ്റത്തില്ല. പക്ഷെ പുറത്തു വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പ്രകാശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പൊ 344 1023 ഇടയ്ക്ക് വന്നിട്ടുള്ള സൂര്യപ്രകാശത്തിന്റെ അളവ് നമ്മുടെ LED ബൾബിന് ഡിജിറ്റൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ 0 255 ഇടയിലോട്ട് മാറ്റിയിട്ട് അതിനെ നമ്മൾ LDR വാല്യൂ ടു റൈറ്റ് എന്ന് പറഞ്ഞ് വേറൊരു പെട്ടിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ LDR വാല്യൂ എന്ന് പറഞ്ഞ ആദ്യം ഒരു പെട്ടിയിലോട്ട് നമ്മൾ മാറ്റിയില്ലേ സൂര്യപ്രകാശം. LDR എടുക്കുന്നതിന് നമ്മൾ ആദ്യത്തെ ഒരു പെട്ടിയിലോട്ട് മാറ്റി, LDR വാല്യൂ എന്ന് പറഞ്ഞ ഒരു പെട്ടിയിലോട്ട് മാറ്റി. ഇപ്പം അതിനെ നമ്മൾ ഡിജിറ്റലിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വേറൊരു പെട്ടിയിൽ, അതായത് കടക്കാരൻ ത്രാസിൽ തൂക്കി നൽകിയിട്ട് നമുക്കൊരു കിറ്റിനകത്തല്ലേ ഇട്ട് തരുന്നത്, അല്ലെങ്കിൽ ഒരു 50 പൈസ കവറിനകത്തല്ലേ നമ്മുടെ തക്കാളി ഇട്ട് തരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരു പേപ്പർ കവറിനകത്തായിരിക്കും ഇട്ട് തരുന്നത്. ഇപ്പൊ മൂന്നാമത്തെ നമ്മുടെ കവറാണ് പേപ്പർ കവർ. പേപ്പർ കവറിലാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള യഥാർത്ഥ വാല്യൂ ഉള്ളത്.
അതായത് ആദ്യത്തെ 2 പെട്ടികളും കടക്കാരന്റെയാണ്. കടയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന തക്കാളി എടുത്തു വെക്കാനുള്ള പെട്ടിയും, രണ്ടാമതെന്ന് പറഞ്ഞ കടക്കാരന് ആ തക്കാളിയുടെ അളവ് നോക്കാനുള്ള പെട്ടിയും, മൂന്നാമത്തെ കവറാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതേപോലെ LDR വാല്യൂ എന്ന് പറഞ്ഞത് അർഡിനോയുടേതാണ്, LDR പിൻ എന്ന് പറയുന്നത് അർഡിനോയുടേതാണ്. LDR വാല്യൂ ടു റൈറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് LED ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന മൂന്നാമത്തെ പെട്ടി. അപ്പൊ നമ്മൾ ഈ മൂന്നാമത്തെ പെട്ടിയിലോട്ട് ഡിജിറ്റലിൽ വരുന്ന അളവ് എത്രയാണെന്ന് എഴുതി വെച്ചു. ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. സൂര്യപ്രകാശത്തിന്റെ അളവ് നമ്മൾ ഡിജിറ്റലിലോട്ട് മാറ്റിയിട്ട് LDR വാല്യൂ ടു റൈറ്റ് എന്ന് പറഞ്ഞ അടുത്തൊരു പെട്ടിയിലേക്ക് മാറ്റി വെച്ചു. ഇനി ഈ പെട്ടിയിലുള്ള അളവാണ് നമ്മൾ LED പിന്നിന്റെ ഇതിലേക്ക് 9ാമത്തെന്ന് പറഞ്ഞ് നമ്മൾ ഡിജിറ്റൽ പിന്നിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ LED ബൾബ് സൂര്യപ്രകാശത്തിനനുസരിച്ച് കത്തിക്കോളും. മനസ്സിലായോ ഇത്രയും? ഇതാണ് കോഡ്. ഇങ്ങനെയാണ് നമ്മൾ സൂര്യപ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ടിങ്കർ കാഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് പരിചയപ്പെട്ടായിരുന്നോ? നമ്മൾ ആ ടിങ്കർ കാഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഞാനിപ്പോ ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഇത് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സാറൊന്നുമല്ലടാ, ഞാൻ ചേട്ടൻ. ഞാനൊരു 3rd ഇയർ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ ഗോവിന്ദ. എന്റെ പേര് ഗോവിന്ദ എന്നാ. സാറൊന്നും വായിച്ചില്ല. ഓക്കെ, ഇത് ടിങ്കർ കാഡിൽ ഞാൻ ചെയ്ത ഒരു നമ്മുടെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റത്തിന്റെ ആ ഒരു ഇതാണ്. അതിപ്പോ എങ്ങനെയാണ് സർക്യൂട്ടും കാര്യങ്ങളും എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോഡിൽ A5 നമ്മൾ LDR വാല്യൂ മറ്റേ LDR പിന്നിന്റെ ഔട്ട് എടുത്തത് A5 എന്ന് പറഞ്ഞ അനലോഗിലല്ലേ എടുത്തത്? അതേപോലെ നമ്മൾ LED പിന്ന് കണക്ട് ചെയ്ത ഏത് പിന്നിലാണെന്ന് ഓർമ്മയുണ്ടോ? 13. അല്ലടാ, നമ്മൾ ഇപ്പൊ ചെയ്തതിൽ 9 എന്ന് പറഞ്ഞ പിന്നിലേക്കല്ലേ കണക്ട് ചെയ്തത്? അതാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടും കാര്യങ്ങളും എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതാണ് കേട്ടോ ഒരു LDR സെൻസർ എന്ന് പറഞ്ഞ കുഞ്ഞൊരു സെൻസറാണ്. നമ്മുടെ LED ബൾബൊക്കെ ഇല്ലേ, അത്ര വലുപ്പം മാത്രമേ ഇതിനകത്തുള്ളൂ. ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതൊരു റെസിസ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഓംസ് ലോയിലെ റെസിസ്റ്റർ പോലെ ഇതും ഒരു റെസിസ്റ്റർ ആണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നത് സൂര്യപ്രകാശത്തിന്റെ അളവ് മാറുന്നതനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് സൂര്യപ്രകാശം വീഴുമ്പോൾ ആ റെസിസ്റ്ററിന്റെ അളവ് വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു പച്ച വയർ, ഇതിന്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും, അർഡിനോയുടെ ഗ്രൗണ്ടിലോട്ട് കൊടുക്കും. എന്നിട്ട് ഇതിന്റെ പോസിറ്റീവ് നമ്മൾ എടുത്ത് ഈ റെസിസ്റ്റർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ എന്തായാലും ഒരു പവർ ഇതിന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു 5 വോൾട്ടേജ് ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അപ്പൊ ഈ 5 വോൾട്ടേജ് ഇതിലേക്ക് നേരിട്ട് കൊടുത്താൽ ഇത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ 5 വോൾട്ടേജ് നമ്മളൊരു റെസിസ്റ്റർ വെച്ച് കുറച്ചിട്ട് ഇതിലോട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ പോസിറ്റീവിൽ നിന്ന് തന്നെ ഒരു 2ാമത്തെ വയർ എടുത്തിട്ട് നമ്മൾ A5 കൊടുക്കും. ഈ A5 ആണ് നമ്മൾ നേരത്തെ നോക്കിയ ആ ഒരു A5. ഈ A5 നമ്മൾ LDRന്റെ വാല്യൂ ഒക്കെ നമ്മൾ സൂര്യപ്രകാശത്തിന്റെ അളവ് എത്രയാണെന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് 5 വോൾട്ട് VCCയും ഇത് ഗ്രൗണ്ടും കൊടുക്കാനാണ് നമ്മുടെ ഈ കമ്പോണൻസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ LED ബൾബ് നമ്മൾ എടുത്തിട്ട് 9ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, LED പിന്നിന്റെ പോസിറ്റീവ് നമ്മൾ എടുത്തിട്ട് അതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ആനോഡാണ്. ആനോഡ് നമ്മൾ പോസിറ്റീവ് എടുത്തിട്ട്, ആനോഡൊന്നും പഠിക്കേണ്ട, നിങ്ങൾ പോസിറ്റീവ് നമ്മൾ എടുത്തിട്ട് A9 കണക്ട് ചെയ്തു. നെഗറ്റീവ് എടുത്ത് നമ്മുടെ ഗ്രൗണ്ടിലോട്ടും നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്തു. ഇനി ആ കോഡ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോഡിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ഈ ഒരു സർക്യൂട്ടിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു. സ്റ്റാർട്ട് കൊടുത്തപ്പം ഇപ്പൊ ഈ LED ബൾബ് മാക്സിമം കത്തിയിരിക്കുകയല്ലേ ചെയ്യുന്നത്, ലൈറ്റ് നല്ല രീതിയിൽ പ്രകാശിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് സൂര്യപ്രകാശം ഒട്ടുമില്ല. കാണാൻ പറ്റുന്നുണ്ടോ അത്? നിങ്ങൾ
സൂം ചെയ്ത് നോക്കിക്കോളെ പറ്റുന്നില്ല എങ്കിൽ. അപ്പൊ നമ്മളിപ്പം ഒരു സൂര്യന്റെ ചിഹ്നം ഇവിടെ ഉണ്ട്. നമ്മുടെ ആ സൂര്യന്റെ പടത്തിന്റെ അടുത്തേക്ക് നമ്മുടെ ഇതിന്റെ ഒരു സ്വിച്ച് പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. നമുക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയതാ. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ സ്വിച്ചും കാര്യങ്ങളും ഒന്നുമില്ല. സൂര്യപ്രകാശത്തിന്റെ തീവ്രത മാറുന്നതനുസരിച്ചാണ് ഇത് മാറുന്നേ. അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്ന് മാക്സിമം അടുത്തിട്ട് സൂര്യന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ ഇപ്പൊ LED ബൾബ് കത്തുന്നുണ്ടോ? ഇപ്പൊ LED ബൾബ് പ്രകാശിക്കുന്നുണ്ടോ? കത്തുന്നില്ല. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഉള്ളപ്പോ നമുക്ക് വേണ്ട. ഇനി നമ്മളൊരു 6 മണി, ഞാനിത് ഏകദേശം ഒരു 6 മണി, ഇന്ന് നടുക്കെന്നുള്ളത് ഞാനൊരു 6 മണിയായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനൊരു 6 മണിക്ക് കൊണ്ടുവന്നപ്പം നമ്മുടെ ഈ LED ബൾബ് കുറച്ചുകൂടെ ഒന്ന് കത്തിയല്ലേ, ഒരു ചെറിയ പ്രകാശത്തില് പ്രകാശിക്കുന്നുണ്ട്. ഞാനത് നല്ല ഇരുട്ടാക്കി കൊണ്ടുവരുമ്പോ അതിന്റെ ആ ഒരു തീവ്രത മാറുന്നില്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റം ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? നമ്മുടെ ഗ്രാമത്തിലേക്ക് വേണ്ട ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റം. അതായത് നമ്മൾ വെറുതെ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോ നമ്മൾ ഇതിനെ ഓണാക്കുകയല്ല ചെയ്യുന്നത്. സൂര്യപ്രകാശത്തിന്റെ അളവനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം തയ്യാറാക്കുന്നത്. ഇനി ഞാൻ വേറൊരു സർക്യൂട്ടും കൂടെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഈ സ്മാർട്ട് വില്ലേജില് നമ്മുടെ ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് വൈദ്യുതി എത്തിച്ചിട്ട് സ്വിച്ച് ഇടുവാണെങ്കിൽ ലൈറ്റ് കത്തുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അത് പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് ആക്കാൻ പോവാണ്. ചെറിയൊരു സെൻസർ വെച്ചിട്ട് അത് നമ്മൾ ഓട്ടോമാറ്റിക് ആക്കാൻ പോവാണ്. അതിനെ ഞാനിപ്പോ കാണിച്ചു തരാം. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് PIR സെൻസർ എന്ന് പറയുന്ന ഒരു സെൻസറാണ് കേട്ടോ. ഞാൻ അതിന്റെ പടം ഇപ്പൊ കാണിച്ചു തരാം. PIR സെൻസർ അല്ലേ? PIR സെൻസർ. ഈ PIR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫുട്ബോൾ രൂപത്തിലായിരിക്കും ഇതിരിക്കുന്നത്. ഞാൻ ആ പടമായിട്ട് എടുത്ത് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ട്? ഒരു ചെറിയൊരു ഫുട്ബോളിന്റെ രൂപത്തിൽ ഒരു പച്ച ബോർഡിനകത്ത്. ഇത് ചെറിയൊരു അളവാണ് കേട്ടോ. ചെറിയ അളവെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു 5 സെന്റിമീറ്റർ × 5 സെന്റിമീറ്ററിന്റെ ഒരു സമചതുരം ഇല്ലേ, അത്രയൊക്കെ ഇത് കാണത്തുള്ളൂ. അത്ര വലിപ്പം മാത്രമേ ഇതിന്റെ മൊത്തത്തിൽ അളവ് കാണുന്നുള്ളൂ. ഇതിങ്ങനെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലുതാണെന്നാ തോന്നുന്നത്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ഇതിനകത്ത് നമ്മളൊരു സെൻസർ വെച്ചിട്ടുണ്ട്, ഒരു പ്രത്യേകതരം സെൻസർ. ആ സെൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചൂട് പുറപ്പെടുവി. നമ്മുടെ ശരീരം ചൂടുള്ള ശരീരമാണെന്ന് അറിയാലോ. നമ്മള്, പക്ഷികള്, മൃഗങ്ങള്, ഇതെല്ലാം ശരീരത്തിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയാലോ. അപ്പൊ ഈ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂട് വമിക്കുന്ന ഏതെങ്കിലും ഒരു ജീവി ഇതിന്റെ ഈ സെൻസറിന്റെ അടുത്ത് വരുമ്പോ ഈ സെൻസർ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു തടസ്സം മുന്നിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളൊരു തടിക്കഷ്ണം എടുത്ത് ഇതിന്റെ മുന്നിൽ വെച്ചാൽ ഇത് പ്രവർത്തിക്കുമോ? ഇല്ല. കാരണം എന്താ? തടിക്കഷ്ണത്തിന് ചൂട് പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല അല്ലേ? അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കസേര എടുത്ത് ഇതിന്റെ മുന്നിൽ വെച്ചാൽ ഇത് പ്രവർത്തിക്കുമോ? പ്ലാസ്റ്റിക് കസേര ചൂട് പുറപ്പെടുവിക്കുമോ? അതിന് സ്വന്തമായിട്ട് ചൂട് പുറപ്പെടുവിക്കാനുള്ള കഴിവില്ലല്ലോ. നമ്മുടെ ശരീരമൊക്കെ ചൂടായിട്ടുള്ള ശരീരം. അതായത് ജീവനുള്ള എന്ത് സാധനം ഇതിന്റെ ഫ്രണ്ടിൽ വന്നാൽ ഇത് പ്രവർത്തിക്കും. ജീവനില്ലാത്ത സാധനങ്ങളെ, തടസ്സങ്ങളെ ഇത് കണ്ടുപിടിക്കത്തില്ല. അപ്പം നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു കസേര എടുത്ത് ഒരു മുറിയിലോട്ട് ഇട്ടെന്ന് വിചാരിച്ച് മുറിയിൽ ലൈറ്റ് കത്തത്തില്ല. ഒരു മുറിക്കകത്ത് കയറിയാൽ മാത്രമേ ആ മുറിയിലെ ലൈറ്റ് കത്തത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെൻസറാണ് ഈ PIR സെൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ കോഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്, ഇച്ചിരി വലിയൊരു കോഡാണ്. പക്ഷെ ഇത് ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമ്മുടെ PIR സെൻസർ. ഹലോ, എന്താണ് ചോദിച്ചത്? നെറ്റ്വർക്ക് കട്ടാക്കുന്നതിന്റെ ആ ഒരു ഇതിന്റെ പേര് തരാണ്. ചില കാറിലൊക്കെ വെച്ചിരിക്കുമല്ലോ, ജാമറോ? എന്താ അത് പേരൊന്നുകൂടാ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ പോണു. എങ്ങനെയാ? ഈ കാറിലെ പട്ടണത്തിലെ ഈ കാറിലൊക്കെ വെച്ചിരിക്കുമല്ലോ നെറ്റൊക്കെ ഇങ്ങനെ കട്ടാക്കുന്ന. അത് ജാമറാണ്. അത് സെൽഫോൺ ജാമർ എന്നാണ് പറയുന്നത്.
എന്നെ എന്താ അവിടെ അടുത്തെങ്ങനെ ഉണ്ടോ അത്? എന്താ ആരേലും കാണുമായിരിക്കും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ തോന്നും. ഓ, ടിവിയുടെ അടുത്തെങ്ങാനാണോ അവിടെ ഇരിക്കുന്നത്? TV അല്ലെങ്കിൽ അങ്ങനത്തെ ഉപകരണങ്ങൾ ഏതെങ്കിലും അടുത്തുണ്ടോ? അപ്പുറത്തെ റൂമിൽ ഇരിക്കും. സ്പീക്കർ എങ്ങാനും ഉണ്ടോ അടുത്ത്? ഒരു സ്പീക്കർ ഇരിപ്പുണ്ട്. എന്നാ ഒന്ന് മാറിയിരുന്ന് നോക്ക് കേട്ടോ. ചില സ്പീക്കറിന്റെ തരംഗങ്ങള് നമ്മുടെ ഈ ഫോണിന്റെ ഇതിനെ ബാധിക്കാറുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഓ ഓഫ് ചെയ്ത്. ഇപ്പൊ പ്രശ്നമുണ്ടോടാ? ഇപ്പൊ കുഴപ്പമില്ല. അതാ ബ്ലൂടൂത്ത് ഓൺ ആയി കിടക്കുമ്പോ നമ്മൾ വൈഫൈ ആണോ ഉപയോഗിക്കുന്നത് വീട്ടില്? അല്ല. അല്ലേ, ചിലപ്പോ ഈ ബ്ലൂടൂത്തും നമ്മുടെ റേഞ്ചും ഒക്കെ ഉപയോഗിക്കുമ്പം ഈ പ്രശ്നം വരാറുണ്ട്. ഈ വൈഫൈ ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഓൺ ആക്കി. ഓക്കെ, അപ്പൊ ഞാൻ ഈ PIR എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് പറഞ്ഞുതരാം. PIRന് 3 പിന്നുകളുണ്ട്. ഒന്നാമത്തെ പിന്ന് നമ്മുടെ സിഗ്നൽ നമ്മുടെ അർഡിനോയിലോട്ട് ഡിജിറ്റലിലേക്ക് കണക്ട് ചെയ്യാൻ ഒരെണ്ണം. അതായത് എന്തെങ്കിലും തടസ്സം കയറി വരികയാണെങ്കിൽ തടസ്സം വന്നു എന്ന് അറിയിക്കാൻ ഒരെണ്ണം. പിന്നെ ഇതിലേക്ക് VCCയും ഗ്രൗണ്ടും നമ്മൾ കൊടുക്കണം. അതായത് നമ്മളൊരു 5 വോൾട്ടേജ് പവറും കൊടുക്കണം, ഒരു നെഗറ്റീവ് ഗ്രൗണ്ടും കൊടുക്കണം. എന്നാൽ മാത്രം ഇതിപ്പോ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു LED ബൾബും ഞാനിപ്പോ ഒരു ചെറിയ മോട്ടറിന്റെ പടം എടുത്തിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇത് നമ്മുടെ ഫാൻ ആണെന്ന് ഊഹിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഈ നമ്മുടെ LED ബൾബ് ഞാൻ ഡിജിറ്റലിലെ 12ലേക്കും ഈ നമ്മുടെ ഈ ഒരു മോട്ടർ ഡിജിറ്റലിലെ 13ലേക്കും കണക്ട് ചെയ്തു. നമ്മുടെ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അർഡിനോയുടെ അടുത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കും, ഇതിൽ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ ഇത് രണ്ടും ഓൺ ചെയ്യുക. അതായത് നമ്മളൊരു മുറിയിലെ ചുവരിലായിരിക്കും ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുറിയിലെ എല്ലാ ഭാഗവും കിട്ടത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ ഒരു മുകൾ ഭാഗത്തോ ആയിരിക്കും നമ്മൾ ഈ ഒരു സെൻസർ വെക്കുന്നത്. അപ്പൊ ഈ സെൻസറിന്റെ റേഞ്ച്, സെൻസറിന് എടുക്കാനുള്ള കഴിവുള്ള സെൻസ് ചെയ്യാനുള്ള കഴിവുള്ള ഭാഗത്ത് അത്രയും നമ്മൾ ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ഇത് വെക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഭാഗത്ത് എന്തെങ്കിലും ജീവനുള്ള എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ, അതായത് സ്വന്തമായിട്ട് ശരീരത്തിൽ നിന്ന് ചൂട് പുറപ്പെടുവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ നമ്മുടെ ഈ LED ബൾബ് ഓൺ ആക്കണം, ഫാനും ഓഫ് ആക്കണം. ആ തടസ്സം ഇതിനകത്തുനിന്ന് പോയാൽ നമ്മുടെ LED ബൾബ് ഓഫ് ആക്കണം, ഫാനും ഓഫ് ആക്കണം. അതായത് നമ്മളൊരു മുറിക്കകത്ത് കയറുമ്പോൾ ഇത് രണ്ടും ഓൺ ആവണം, മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത് രണ്ടും ഓഫ് ആവണം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നത്. മനസ്സിലായോ? പ്രോഗ്രാമിങ്ങിന്റെ ആ ഒരു ലോജിക്ക് മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? മനസ്സിലായി. അപ്പൊ നമ്മള് 7ാമത്തെ പിന്നില് ഇതിന്റെ ഒരു തടസ്സം വരുന്നത് നമ്മൾ എടുക്കും. നമ്മൾ ആ തടസ്സത്തിന് എടുത്തിട്ട് നമ്മൾ ഈ 12ഉം 13ഉം പിന്നിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു കൊടുക്കും. അതായത് ഇതിൽ നിന്ന് വരുന്നത് ഒരു ഹൈ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കറണ്ട് ആണ് ഇതിലോട്ട് വരുന്നതെങ്കിൽ, അതായത് 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇതിലേക്ക് വന്നാൽ ഇത് രണ്ടും ഓൺ ആവണം. 0 എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ തടസ്സങ്ങളോ ഒന്നുമില്ല, ഇതിപ്പോ ഓഫ് ആണ്. ആ 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് 7ാമത്തെ പിന്നിലേക്ക് കയറി വന്നെങ്കിൽ ഇത് രണ്ടും ഓഫ് ആവണം. അതായത് ഇതിലൊരു തടസ്സം വന്നാൽ മാത്രമേ ഇത് രണ്ടും ഓൺ ആയാൽ മതി. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഞാനിതിപ്പോ സ്റ്റാർട്ട് സിമുലേഷൻ എന്നുള്ള കൊടുത്തു. സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തിട്ട് ഞാനിപ്പം ഇതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ആ സെൻസറിൽ ക്ലിക്ക് ചെയ്തപ്പം ഇങ്ങനെ ഒരു ഏരിയ വന്നത് കണ്ടോ? ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നില്ല ഈ ഒരു ഭാഗത്ത്, ഒരു പിന്നൊക്കെ വന്നിട്ട്. നമ്മളെ ഇതാണ് നമ്മളെ തടസ്സം എന്ന് വിചാരിക്കുക. നീല കുത്താണ്, അല്ലെങ്കിൽ നീല കളറിലുള്ള ആ ഒരു വൃത്തം ആണ് നമ്മുടെ മനുഷ്യൻ എന്ന് വിചാരിക്കുക. അപ്പൊ മനുഷ്യൻ അതിനകത്ത് ഓണായി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ LED പിന്ന് ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇതിപ്പോ കോഡ് ഇന്നലെ ഞാൻ കോഡ് എന്തോ ചെയ്തപ്പോ കോഡ് മാറിപ്പോയി. അപ്പൊ അത് കാരണമാണ് ഇതിന്റെ വില ഞാൻ മാറ്റുമ്പോ മാറുന്നില്ല. അത് എന്താണെന്ന് ഞാൻ കുറെ നോക്കിയിട്ട് കണ്ടില്ല. സാധാരണ രീതിയിൽ അത് മാറേണ്ടതാണ്. ഞാൻ എന്തായാലും നോക്കിയിരിക്കാം. പക്ഷെ ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി. അതായത് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ടിങ്കർ ക്യാഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോ ഓൺ ആണ്. ഓൺ ആയിട്ട് നമ്മൾ ഒരു തടസ്സം നമ്മുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോ ഈ ഒരു പിന്ന് ഇതിലേക്ക് ഒരു ഹൈ വാല്യൂ, ഡിജിറ്റൽ 7ലേക്ക് ഒരു ഹൈ വാല്യൂ കൊടുക്കും. ഹൈ വാല്യൂ കൊടുത്തതിന് ശേഷം ഇത് ഓൺ ആവും. ഇങ്ങനെയാണ് ഈ ഒരു സെൻസറും കാര്യങ്ങളും വർക്ക് ആവുന്നത്. മനസ്സിലായോ? ഈ ഒരു PIR സെൻസർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടില് നമ്മളിപ്പോ സ്ട്രീറ്റ് ലൈറ്റും വർക്ക് ചെയ്യിപ്പിച്ചു.
അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു വീടിനകത്തുള്ള ലൈറ്റിന്റെ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഫ്രിറ്റ്സിംഗ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രിറ്റ്സിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളെ ITH സ്കൂളിന്റെ ലാപ്ടോപ്പിനകത്ത് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഫ്രിറ്റ്സിംഗ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഈ ഫ്രിറ്റ്സിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോ എന്തെങ്കിലും സർക്യൂട്ടോ കാര്യങ്ങളോ ഡിസൈൻ ചെയ്യണം. നമ്മളിപ്പോ വീട് വെക്കാൻ നേരത്തെ ആദ്യമേ കെട്ടിടം പണിയാണോ ചെയ്യുന്നത്? നേരെ ചെന്ന് സിമെന്റ് മണൽ ഇറക്കി കെട്ടിടം പണിയോ? അല്ല, അടിത്തറ കെട്ടുന്നതിന് മുന്നേ നമ്മൾ എന്തായിരിക്കും തീരുമാനിക്കുന്നത്? ആദ്യം പ്ലാൻ വരയ്ക്കും. നിങ്ങളിപ്പം സ്മാർട്ട് വില്ലേജ് രൂപകൽപ്പന ചെയ്യാൻ പറഞ്ഞപ്പം നിങ്ങൾ കുറെ പേരൊക്കെ ഈ പടം വരച്ച ഗ്രൂപ്പിനകത്ത് ഇട്ടില്ലായിരുന്നോ? അതേപോലെ നമുക്ക് അതേപോലെ പടം വരച്ചാൽ മാത്രമേ നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ വെറുതെ പടമായിട്ട് വരച്ചിട്ട് കാര്യമില്ല, അതെല്ലാം വർക്ക് ആവോ ഇല്ലേ എന്നും കൂടെ നമ്മൾ നോക്കണം. ആ ഒരു കാര്യം ഞാനിപ്പം പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ. ചേട്ടാ ഇതില് ഭയങ്കര എരപ്പ്, കേക്കാൻ വയ്യൊന്നു. നിങ്ങൾ എല്ലാരും അങ്ങനെയാണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കോ? അൺമ്യൂട്ട് ആയിരിക്കുന്നവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. ഓക്കെ, ഇപ്പൊ ആ പ്രശ്നം ഉണ്ടോടാ? ഇല്ല ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങള് എന്തെങ്കിലും പറയാ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാത്തപ്പോ നിങ്ങൾ മ്യൂട്ട് ആക്കി വെച്ചോ. കാണാൻ പറ്റുന്നുണ്ടോ ഒരു സർക്യൂട്ട്? ഓക്കെ, നമ്മൾ ഈ ഫ്രിറ്റ്സിംഗ് നമ്മൾ ഈ ഫ്രിറ്റ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യമേ അർഡിനോയിലോട്ട് എല്ലാം എടുത്ത് കുത്തിയിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം എല്ലാ സാധനങ്ങളും വർക്ക് ആവോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലുള്ള സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി, നമ്മളിപ്പോ ടിങ്കർ കാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നോക്കിയില്ലേ, ആ ഒരു വെബ്സൈറ്റ് നോക്കിയില്ലേ, ആ വെബ്സൈറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ ഈ സെൻസറും കാര്യങ്ങളൊക്കെ കുത്താൻ പോകുന്നതെല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ടെസ്റ്റിങ്ങിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്രിറ്റ്സിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ ഈ ഫ്രിറ്റ്സിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കർഷകനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കർഷകനെ സഹായിക്കാനായിട്ട് നമുക്ക് വേണ്ടത്, നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് വെള്ളം തുറന്നു വിടുമല്ലോ നമ്മള്. ഈ വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം തുറന്നു വിടാറില്ലേ? ഓക്കെ, പാടങ്ങളിലേക്ക് നമ്മൾ വെള്ളം തുറന്നു വിടും. അപ്പൊ ഈ വെള്ളം തുറന്നു വിടുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് ഒരു സെൻസർ വെച്ച് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മുടെ അർഡിനോ വെള്ളം ഉണ്ടെങ്കിൽ പമ്പ് ഓൺ ചെയ്യത്തില്ല, വെള്ളം ഇല്ലെങ്കിൽ പമ്പ് ഓൺ ചെയ്ത് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് വെള്ളം തുറന്നു വിടും. അതാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലൂടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു C ഷേപ്പിൽ ഒരു കാര്യം കാണുന്നുണ്ടോ നിങ്ങൾ? ഇതെന്ന് പറഞ്ഞാൽ ഒരു സോയിൽ മോയിസ്ചർ സെൻസർ ആണ്. അതായത് കൃഷി സ്ഥലത്ത് നമ്മുടെ ഈർപ്പത്തിന്റെ അളവ് എത്രയുണ്ടെന്ന് അളക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്, ഒരു സെൻസർ ആണിത്. ഓക്കെ, മനസ്സിലായോ? ആ ഒരു സെൻസർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? കൃഷി സ്ഥലത്തെ ഈർപ്പത്തിന്റെ അളവ് നമ്മളതിപ്പം നമ്മുടെ ഒരു വയലിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കുത്തി വെച്ചിരുന്ന, അതായത് വെള്ളം എപ്പോഴും ഉണ്ട് ഇല്ലെന്ന് നമുക്ക് വയ്ക്കേണ്ട ഒരു ഭാഗത്ത് ഈ ഒരു സെൻസർ കുത്തി വെച്ചിരുന്ന, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ എത്രമാത്രം വെള്ളത്തിന്റെ അളവുണ്ടെന്ന് ഇത് നമുക്ക് അറിയിച്ചു തരും. ഓക്കെ, അത് മനസ്സിലായോ? വെള്ളത്തിന്റെ അളവ് 0 തൊട്ട് 100 വരെ എത്രയാ വെള്ളത്തിന്റെ അളവെന്ന് ഇത് നമുക്ക് പറഞ്ഞു തരും. ഈ 0 തൊട്ട് 100 വരെയുള്ള വിലകൾ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 344 തൊട്ട് 1023 വരെയുള്ള വിലകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഡിജിറ്റലിൽ കൊടുക്കണോ അനലോഗിൽ കൊടുക്കണോ? നമുക്ക് ഒരുപാട് വിലകളാണ് കിട്ടാനുള്ളതെങ്കിൽ നമുക്ക് ഡിജിറ്റലിൽ കൊടുക്കുവോ അനലോഗിൽ കൊടുക്കുവോ? അനലോഗ്. കാരണം ഡിജിറ്റലിൽ നമുക്ക് 0 അല്ലെങ്കിൽ 1 എന്നുള്ള 2 വിലകൾ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ? ഒന്നെങ്കിൽ വെള്ളം ഉണ്ടെന്ന് കാണിക്കും, ഇല്ലെങ്കിൽ വെള്ളം ഇല്ല, വരണ്ട ഉണ്ടെങ്കിൽ കിടക്കുവാണെന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു പച്ച വയർ കാണുന്നുണ്ടോ നിങ്ങൾ? പച്ച വയർ ഈ ഒരു സെൻസറിൽ നിങ്ങൾ നോക്കിക്കോളണേ. ചുവപ്പിന്റെ താഴെ കൂടെ പോയിരിക്കുന്നല്ലേ? അതെടാ, അതാ ഈ ചുവപ്പിന്റെ താഴെ കൂടെ ഇവിടെ പോയിരിക്കുന്ന ഈ ഒരു പച്ച വയറില്ലേ, ഞാനിപ്പോ ക്ലിക്ക് ചെയ്ത ഈ വയർ ചെന്ന് കയറിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സെൻസറിന്റെ, നമ്മുടെ ആ സോയിൽ മോയിസ്ചർ സെൻസർ അല്ലെങ്കിൽ ഈർപ്പം അളക്കുന്ന ആ ഒരു സെൻസറിന്റെ അനലോഗ് ഔട്ട് ഉണ്ട്. അതായത് നമുക്ക് അനലോഗ് പിന്നിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്.
ആ കണക്ഷനിൽ നിന്ന് ചെന്നിട്ട് നമ്മുടെ അനലോഗിലേക്ക് ഇത് ചെന്ന് കയറും. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് VCCയും ഗ്രൗണ്ട് കൊടുക്കണ്ടേ, ഒരു 5 വോൾട്ടേജ് പവറും കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രൗണ്ടും കൊടുത്തു വെക്കണം. അപ്പൊ നമ്മൾ ആ ഗ്രൗണ്ട് എടുത്ത് ഗ്രൗണ്ടിലും കൊടുത്തു, 5 വോൾട്ടേജ് എടുത്ത് നമ്മുടെ അർഡിനോയിൽ നിന്ന് വരുന്ന 5 വോൾട്ടിലും കൊടുത്തു. അപ്പൊ ഇതിപ്പോ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും പറയാമോ? ഈ സോയിൽ മോയിസ്ചർ സെൻസർ അപ്പൊ അർഡിനോയ്ക്ക് എന്ത് കൊടുത്തോണ്ടിരിക്കും? സൂചന കൊടുത്തോണ്ടിരിക്കും വെള്ളം ഉണ്ടായില്ലേന്ന്. അതായത് നമ്മുടെ കൃഷി സ്ഥലത്ത് എത്രമാത്രം വെള്ളം ഉണ്ട് ഇല്ല എന്നുള്ള ഒരു അളവ്, വെള്ളത്തിന്റെ അളവ് നമുക്ക് എപ്പോഴും അർഡിനോയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ഒരുപാട് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതാണ്, നമ്മുടെ കൃഷി സ്ഥലത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുവഴി നമുക്ക് ഈ സെൻസറിന്റെ അളവ് കൂട്ടാൻ പറ്റും. അപ്പൊ വെള്ളം ഒഴിക്കാനാണ് നമ്മൾ ഇവിടെ ഒരു പമ്പ്, ചെറിയൊരു DC പമ്പാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയൊരു DC മോട്ടറില്ലേ വീട്ടിൽ വെക്കുന്ന, നമ്മൾ ഈ കളിപ്പാട്ടത്തിന് വീട്ടിൽ കിണറ്റിൽ വെക്കുന്നതല്ല, നമ്മൾ ഈ കളിപ്പാട്ടത്തിലൊക്കെ ഇരിക്കുന്ന ചെറിയൊരു DC മോട്ടർ, മിനി മോട്ടർ. നമ്മുടെ മിനി മോട്ടർ. നമ്മൾ ആ മിനി മോട്ടറാണ് തൽക്കാലത്തേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അല്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ വലിയ മോട്ടർ തന്നെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ മിനി മോട്ടർ നമ്മുടെ അർഡിനോയിലേക്ക് 9ാമത്തെ പിന്നിലേക്കും അതേപോലെ തന്നെ നെഗറ്റീവ് എടുത്ത് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോഗ്രാമിന്റെ രീതി എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ വേറെ ഈ വെള്ളയൊന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഈ ഒരു സോയിൽ മോയ്സ്ചർ സെൻസർ, ഈർപ്പം അളക്കുന്ന സെൻസറും നമ്മുടെ മിനി മോട്ടറും ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രവർത്തന രീതി അർഡിനോയിനെ വെച്ചുകൊണ്ടൊന്ന് പറയാൻ പറ്റുമോ? ഈർപ്പം കുറയുമ്പോ വെള്ളം പമ്പ് ചെയ്യും. ഈർപ്പം നല്ല വെള്ളം ഉള്ളപ്പോ എന്തൊരു പമ്പ് ചെയ്യുമ്പോൾ കുറയ്ക്കണം. ആ രീതിക്കായിരിക്കും നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്നത്. പറഞ്ഞ വളരെ ശരിയാണ്. നമ്മൾ അനലോഗിൽ നിന്ന് എടുക്കുന്ന വില മറ്റേ ആദ്യം ഒരു പെട്ടിയിലേക്ക് മാറ്റും. ആ പെട്ടിയിലെ വില നമ്മൾ പ്രോസസ് ചെയ്ത് ഡിജിറ്റലിലേക്ക് കൊടുക്കും. അതിന് നമ്മൾ അടുത്ത പെട്ടിയിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ പമ്പിലേക്കും കൊടുക്കും. അങ്ങനെയല്ലേ നമ്മൾ മറ്റേ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് പഠിച്ചത്? 3 പെട്ടികളിലൂടെ അല്ലേ തരംതിരിച്ചു പോയത്? അതായത് അനലോഗിൽ നിന്ന് എടുക്കുന്ന വാല്യൂ ആദ്യം ഡിജിറ്റലിലോട്ട് മാറ്റി ഒരു പെട്ടിയിൽ സ്റ്റോർ ചെയ്യും. ആ പെട്ടി എടുത്ത് നമ്മൾ ഡിജിറ്റലിലേക്ക് തന്നെ 9ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടർ ഓൺ ആയിട്ട് വെള്ളം തുറന്നു വിടും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സെൻസറും കാര്യങ്ങളും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോഗ്രാം എഴുതേണ്ടത്. ഇതിന്റെ പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നെറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ പ്രോഗ്രാം എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രാമത്തിലെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗ്രാമത്തില് എത്രയാണ് ഇപ്പോഴത്തെ താപനില എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ടുണ്ട്. ഓർക്കണം, ഈ ടെമ്പറേച്ചർ സെൻസർ നമ്മളെ തെർമോമീറ്റർ അല്ല കേട്ടോ. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ പനി ഉണ്ടാന്ന് നോക്കുന്ന തെർമോമീറ്റർ ഇല്ലേ, അതല്ല ഈ സാധനം. അത് നമ്മുടെ ശരീരത്തിലെ ചൂട് മാത്രം അളക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഒരു അന്തരീക്ഷത്തിലെ ചൂട് അളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പറേച്ചർ സെൻസർ നമ്മൾ അർഡിനോയിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ സെൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചൂട് എത്രയുണ്ടെന്ന് അളന്നെടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ആ ചൂട് പുറത്ത് കാണിക്കണ്ടേ, അതായത് നമുക്കൊരു LCD ഡിസ്പ്ലേ വഴി നമുക്ക് ഗ്രാമത്തിൽ ഒരു പ്രധാന സ്ഥലത്ത് അത് എപ്പോഴും പ്രദർശിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി. അതായത് നമ്മളൊരു ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് നമ്മൾ ആ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ അർഡിനോയുടെ ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് അളവെന്നുള്ളതനുസരിച്ച് നമുക്ക് അനലോഗിലേക്ക് കണക്ട് ചെയ്യാം. അനലോഗിൽ കണക്ട് ചെയ്താൽ പല വിലയിലുള്ള ടെമ്പറേച്ചർ കിട്ടും. എന്തിനാണ് എന്റെ ടെമ്പറേച്ചർ അളക്കാൻ നോക്കുന്നത്? ടെമ്പറേച്ചർ മോയ്സ്ചർ അല്ലേ അളക്കണ്ടേ? മോയ്സ്ചർ അളക്കുന്നത് നമ്മുടെ കൃഷി സ്ഥലത്തിലെ മോയ്സ്ചർ ആണ് നമ്മൾ അളക്കുന്നത്. അതായത് കൃഷി സ്ഥലത്ത് എത്രമാത്രം വെള്ളത്തിന്റെ അളവുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് അത് പമ്പ് തുറന്നു വിടാൻ. ഇത് നമ്മുടെ അടുത്തൊരു ഉപയോഗമാണ്, നമ്മുടെ അടുത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ എത്രയാണ് ഇപ്പോഴത്തെ താപനില അളക്കും. അപ്പൊ ഒരുപാട് ചൂട് കൂടുതലാണെങ്കിൽ ആൾക്കാർക്കൊക്കെ അതനുസരിച്ച് പുറത്തിറക്കാം. ഇപ്പൊ മഴയാണ് കാലാവസ്ഥയെങ്കിലും ഒരുപാട് തണുത്തിരിക്കത്തില്ലേ, അപ്പൊ ആ കാലാവസ്ഥ വ്യതിയാനമൊക്കെ നമുക്ക് എളുപ്പം അറിയാൻ പറ്റും. അതറിഞ്ഞിട്ട് നമുക്ക് അത് അറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റും. ഇനിയാണ് പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം വരാൻ പോകുന്നത്. നമുക്ക് ഈ ടെമ്പറേച്ചർ ചുമ്മാ അളന്ന് ഗ്രാമത്തിൽ പ്രദർശിപ്പിച്ച് വെച്ചാൽ എപ്പോഴാണ് മ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ അൺമ്യൂട്ട് ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ
അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ആരുടെയെങ്കിലും മൊബൈൽ ഫോണിലേക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇപ്പം നമുക്ക് ഇതേപോലെ ഒരു മൊബൈൽ ഫോണിലേക്ക് ഗ്രാമത്തിലെ ടെമ്പറേച്ചർ എത്രയുണ്ട് അല്ലെങ്കിൽ എന്താ കാലാവസ്ഥ എന്നുള്ളത് നമുക്ക് ആരെങ്കിലും അറിയിക്കണമെങ്കിൽ നമുക്ക് ഈ അർഡിനോയിലോട്ട് ഒരു സാധനം കണക്ട് ചെയ്യാം. പുതിയൊരു അർഡിനോ ഒരു ചെറിയൊരു ബോർഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് GSM മൊഡ്യൂള്. GSM എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും 4G അല്ലേ ടെക്നോളജി? നമ്മളിപ്പോ നെറ്റ് ഒക്കെ എടുക്കുന്നത് 4G സ്പീഡ് വെച്ചിട്ടല്ലേ? അതേപോലെ 2Gക്ക് പറയുന്നതാണ് GSM എന്ന് പറയുന്നത്. അതായത് SMS അയക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് GSM ടെക്നോളജി. അപ്പൊ GSM ടെക്നോളജിയിലെ ഒരു ബോർഡാണ് GSM മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ അർഡിനോ പോലെ തന്നെ അത്ര വലിപ്പം ഇല്ലെങ്കിൽ അതിന്റെ പകുതി വലിപ്പത്തിലുള്ള ചെറിയൊരു ബോർഡാണ്. അവിടെ നമുക്കൊരു സിം കാർഡ് ഇടാൻ പറ്റും. ഈ ഒരു സിം ഇടുന്ന നമ്മുടെ പഴയ ഫോണിലൊക്കെ സിം ഇടുന്നത് ഇതേപോലെ ഒരു സാധനത്തില്ലേ? കാണാൻ പറ്റുന്നതിന് സൂം ചെയ്ത് നോക്കിക്കോളണേ. ഒരു നീല ബോർഡ്, ആ സൈഡിൽ ഇരിക്കുന്ന ഒരു നീല ബോർഡ് കാണാം. അർഡിനോ ബോർഡിന്റെ തൊട്ട് മുകളിലായിട്ട് ഇടതുവശത്ത് മുകളിലായിട്ട് ഇരിക്കുന്ന ആ ഒരു ബോർഡിൽ നമുക്കൊരു സിം ഇട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോർഡിനെ 2 വയർ വെച്ചിട്ട് നമ്മുടെ അർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഇതിന് വേറെ പവർ സപ്ലൈ ഒക്കെ കൊടുക്കണം. അത് നമുക്ക് മറ്റേ റേഡിയോയിലേക്ക് അഡാപ്റ്റർ ഇല്ലേ, നമ്മൾ റേഡിയോയ്ക്ക് പവർ കൊടുക്കുന്ന ഒരു ചെറിയൊരു പിന്നും ഒരു സോക്കറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്, കണ്ടിട്ടില്ലേ? നമ്മൾ ഇതേപോലെ ഒരു പിന്നൊക്കെ വെച്ചിട്ടില്ലേ നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ റേഡിയോയ്ക്കും നമ്മളെ വീട്ടിലെ മറ്റേ ടോർച്ചൊക്കെ ചാർജ് ചെയ്യുന്ന വീട്ടില്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ പവർ കൊടുക്കുന്നത്. കാരണം ഇതിനൊരു 12 വോൾട്ടേജ് നമുക്ക് അർഡിനോ 9 വോൾട്ട് ബാറ്ററി വെച്ചാലും നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ സ്ക്വയർ ബാറ്ററി വെച്ചാലും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അതേപോലെ ഒരു ബോർഡ് വെച്ചിട്ടാണ് ഇതിന് പവർ സപ്ലൈ വരുന്ന. ഒരു സെക്കൻഡ്, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ 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 ശരിയായി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കത് നോക്കാം. നമുക്ക് ഈ GSM മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ GSM മൊഡ്യൂൾ നമ്മൾ അർഡിനോയിലോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഇരിപ്പില്ലേ അല്ലേ? നമുക്ക് ഈ ടെമ്പറേച്ചർ സെൻസറിൽ വരുന്ന അളവ് എത്രയാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അർഡിനോയ്ക്കകത്ത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് GSM മൊഡ്യൂൾ വഴി നമ്മുടെ ഫോണിൽ നിന്ന് ഞാനൊരു SMS അയച്ചു. ടെമ്പറേച്ചർ എന്നൊരു SMS ഈ GSM മൊഡ്യൂളിനകത്ത് ഇട്ടിരിക്കുന്ന സിമ്മിന്റെ നമ്പറിലോട്ട് ഞാൻ അയച്ചു. ടെമ്പറേച്ചർ എന്ന് TEMP ടെമ്പറേച്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ കാലാവസ്ഥ എത്രയാണെന്നുള്ള ഒരു വാക്ക് വെച്ചിട്ട്, ഒരു കോഡ് വാക്ക് വെച്ചിട്ട് ഇതിലേക്ക് അയച്ചു. ആ കോഡ് വാക്ക് ഏതാണെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. ആ ഒരു കോഡ് വാക്ക് അയക്കുമ്പോൾ GSM മൊഡ്യൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, എടാ നമ്മുടെ മുതലാളി അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്തു വെച്ച ആള് അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ നിന്റെ അടുത്ത് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അർഡിനോ ബോർഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ സെൻസറിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് എടുത്തിട്ട് തിരിച്ച് GSM മൊഡ്യൂളിന് അയച്ചു കൊടുക്കും. അപ്പൊ ഈ GSM മൊഡ്യൂൾ ചെയ്യുന്നത് തിരിച്ച് ഞാൻ ഈ അയച്ച ഏത് മൊബൈൽ നമ്പറിൽ നിന്നാണോ ഇതിലേക്ക് ഒരു SMS അയച്ചു കൊടുത്തത് ആ മൊബൈൽ നമ്പറിലോട്ട് തിരിച്ച് ടെമ്പറേച്ചർ എത്രയാണെന്ന് അയച്ചു തരും. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ആരെങ്കിലും ഒരാൾ അത് പറയോ GSM മൊഡ്യൂൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന്? മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. GSM മൊഡ്യൂൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അത്ര ഞാൻ പറഞ്ഞ അത്ര കറക്റ്റ് ആയിട്ട് വേണ്ട, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്, ഞാനിവിടെ സഹായിക്കാം. ഹലോ ആണാണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ GSM മൊഡ്യൂൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അർഡിനോയിലുള്ള ഏതൊരു വാല്യൂ അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എത്ര മോയ്സ്ചർ ഉണ്ട്, പമ്പ് ഓൺ ആണോ ഓഫ് ആണോ, ഇതെല്ലാം നമുക്കൊരു SMS വഴി നമ്മുടെ ഫോണിൽ അറിയാൻ പറ്റും. ആ SMS വഴി നമ്മുടെ ഫോണിൽ അറിയാൻ പറ്റുന്ന അതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ GSM മൊഡ്യൂൾ എന്ന് പറഞ്ഞ ചെറിയൊരു ബോർഡാണ് കേട്ടോ, കുഞ്ഞൊരു ബോർഡാണ്.
ആ ഒരു ബോർഡ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ബോർഡിനെ നമ്മളെടുത്ത് നമ്മൾ ആർഡിനോയിലോട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ബോർഡിനകത്തുള്ള സിമ്മിലേക്ക് നമ്മൾ എന്തായാലും ഒരു സിം ഇട്ടേ പറ്റത്തുള്ളൂ. ആ സിമ്മിലേക്ക് ഒരു SMS അയക്കും. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു SMS അയച്ചു എന്ന് ഞാൻ വിചാരിച്ചോളൂ. അപ്പൊ ഈ GSM മൊഡ്യൂൾ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, എടാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് ഇതിന്റെ ഉടമസ്ഥൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് ടെമ്പറേച്ചർ എന്ന്. അപ്പൊ അർഡിനോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എത്രയാണെന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചൂട് എത്രയാണ്, താപനില എത്രയാണെന്ന് നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് അയച്ചു കൊടുക്കും. തിരിച്ച് ഈ ഒരു GSM മൊഡ്യൂളിന് അയച്ചു കൊടുക്കും എത്രയാ കാലാവസ്ഥ എന്ന്. അപ്പൊ GSM മൊഡ്യൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ച് ഏത് മൊബൈൽ നമ്പറിൽ നിന്നാണോ GSMന് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ആ ഒരു SMS ലഭിച്ചത് ആ മൊബൈൽ നമ്പറിലേക്ക് തിരിച്ചയച്ചു കൊടുക്കും എത്രയാ കാലാവസ്ഥ എന്ന്. മനസ്സിലായോ? അതായത് ഒരു കാലാവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ ഇതിലൊരു സിമ്മിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ GSM മൊഡ്യൂൾ അർഡിനോയിന്ന് കാലാവസ്ഥ എത്രയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്കത് തിരിച്ചയച്ചു തരും. മനസ്സിലായോ? അപ്പൊ അതേപോലെ നമുക്ക് ഈർപ്പം എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ, നമ്മുടെ കൃഷി സ്ഥലത്തെ സോയിൽ മോയിസ്ചർ എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആ ഒരു ഐഡിയ എങ്ങനെയായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് മോയ്സ്ചർ എന്ന് അയച്ചു കൊടുക്കും. നമുക്ക് മോയിസ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു SMS GSM മൊഡ്യൂളിലേക്ക് അയക്കാം. അപ്പൊ GSM മൊഡ്യൂൾ എന്ത് ചെയ്യും? മോയ്സ്ചർ ചെക്ക് ചെയ്യും. മോയ്സ്ചർ ചെക്ക് ചെയ്യും. അർഡിനോയുടെ അടുത്ത് പറഞ്ഞിട്ട് മോയ്സ്ചർ ചെക്ക് ചെയ്ത് മേടിക്കും. അപ്പൊ അർഡിനോ മോയ്സ്ചർ സെൻസറിലോട്ട് ചെന്നിട്ട് എത്രയുണ്ട് സെൻസർ എന്ന് എത്രയുണ്ട് അളവെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചയച്ചു തരും. ഇങ്ങനെയാണ് ഇതിന്റെ കോഡ്. ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ സർക്യൂട്ടൊക്കെ ചെയ്തോളൂ, കാരണം ഇതിന്റെ കോഡ് എഴുതാൻ ഇച്ചിരി പാടാ. ഞാൻ നോക്കട്ടെ, കോഡ് ഇവിടെ കാണണം. ഒരു സെക്കൻഡ്. കോഡ് കണ്ട് പേടിക്കരുത് കേട്ടോ, കാരണം കോഡ് ഇച്ചിരി വലുതാ, നല്ല പാടാണ്. അത് നമുക്ക് ഈ ഒരു 1-1.5 മണിക്കൂറിന്റെ ക്ലാസ്സിൽ അത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പാടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അത്രയും വലിയ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ എന്തായാലും മനസ്സിലാവത്തുമില്ല. അത് മാത്രമല്ല, ഒരു 3 മണിക്കൂർ എടുത്തൊക്കെ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി തരാനും പറ്റത്തുള്ളൂ. ഞാനിപ്പം അതൊന്ന് ഓപ്പൺ ആയി വന്നോട്ടെ, എന്നിട്ട് ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇച്ചിരി വലിയ കോഡാ. ഇത് ഇന്നൊന്നും തീരത്തില്ല. ഏകദേശം ഒരു എത്ര വരിയുണ്ട്? 180 ലൈൻ ഉണ്ട് കേട്ടോ ഈ കോഡ് മൊത്തമായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ SMS അയക്കാനും മേടിക്കാനും ഉള്ള ഒരു കോഡ്. ഇത്ര മാത്രമാണ്. ഇത് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അതായത് വരുന്നത് സ്റ്റേറ്റ് STATE. ഞാനിപ്പോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു SMS ആണ് നമ്മുടെ GSM മൊഡ്യൂളിലേക്ക് അയക്കുന്നെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള അവസ്ഥ, അതായത് ടെമ്പറേച്ചർ, മോയിസ്ചർ, പമ്പ് ഓൺ ആണോ ഓഫ് ആണോ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് ഉപയോഗിക്കുന്നത്. ആ ഒരു GSM മൊഡ്യൂളിന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, ആ ഒരു വാക്കാണ് നമ്മൾ അയച്ചതെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രം ഇത്രയും വലിയൊരു കോഡ് നമ്മൾ എഴുതണം. എന്നിട്ടാണ് അത് തിരിച്ച് അയച്ചു കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ കോഡിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ, എങ്ങനെയായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അത് മനസ്സിലായി. അപ്പൊ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് ഏത് കാര്യം വേണോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കോഡ് നമുക്ക് നെറ്റിലൊക്കെ, ഇത് മൊത്തം ഞാൻ എഴുതിയൊന്നുമല്ല കേട്ടോ, ഞാൻ അതിന്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ നെറ്റിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് സാമ്യം വരുന്ന കുറെ കോഡുകൾ നമുക്ക് കിട്ടും. എന്നിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ കോഡ് അങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്. ഇത് അപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായോ? പക്ഷെ ചേട്ടാ ഒരു സംശയം, ഇത് കർഷകൻ എന്നിവയെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് സ്മാർട്ടില്ലേ? ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ല, അപ്പോഴത്തേക്കും കർഷകന് കൃഷി ചെയ്യാതെ വേറെ റോബോട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റൂലേ? എടാ, ഇത് കർഷകനല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെ കർഷകനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കത്തില്ലേ?
ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് നാടിന്റെ ഒരു ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ നല്ലത്. ഇപ്പം എന്താ പറയുക, നല്ലപോലെ ക്രിക്കറ്റ് കളിക്കാൻ അറിയാമെങ്കിൽ വീട്ടിൽ കളിച്ച് കൊച്ചുങ്ങളെ സഹായിക്കാതെ കളിച്ച് നമ്മുടെ രാജ്യത്തിനൊക്കെ വേണ്ടി കളിക്കാൻ കയറിപ്പോക്കൂടെ? അതേപോലെ തന്നെ നമുക്ക് പോവാല്ലോ, അത് തന്നെ. അപ്പൊ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു ഉപകരണം കർഷകന് നമുക്ക് കൊടുക്കാം. അപ്പം അയാളുടെ ഒരുപാട് അധ്വാനം കുറഞ്ഞു കിട്ടും. ഇപ്പം അയാൾക്ക് നല്ല രീതിക്കുള്ള വെള്ളം കറക്റ്റ് ഒക്കെ തുറന്നു വിടാൻ പറ്റും. വെള്ളം തുറന്നു വിടുന്നത് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെയുള്ള നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ എപ്പോഴും വൈദ്യുതിയൊക്കെ എത്തും. ഇപ്പം KSEB-ക്കാര് സ്വിച്ച് ഇടാൻ മറന്നുപോയാലും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ തനിയെ കത്തും. പിന്നെ നമ്മൾ മുറിക്കകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങി പോവാൻ നേരത്ത് ലൈറ്റ് ഫാനും ഒക്കെ ഓഫ് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകത്തില്ലേ? പിന്നെ എപ്പോഴെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മഴക്കൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ വന്നത് ഓഫ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കി നമുക്ക് വീട്ടിലേക്കുള്ള കറണ്ടൊക്കെ ലാഭിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എല്ലാം കൂടെ നമ്മളിപ്പോ ചെറിയ രീതിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000-1500 രൂപയ്ക്കകത്ത് ഇത്രയും വലുത് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഒറിജിനൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിന് മാത്രമുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5000 രൂപയൊക്കെ അടുപ്പിച്ചാവും. എന്ന് പറഞ്ഞാൽ എല്ലാ മുറിയിലും ലൈറ്റ് ഫാനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നതിന്, നല്ല വൃത്തിക്ക് ചെയ്യുന്നതിന് ഒരു 5000 രൂപയൊക്കെ അടുപ്പിച്ചാവും. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കോ ചെയ്യാം. പിന്നെ ഒരൊറ്റ അർഡിനോ ബോർഡ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ കിട്ടും. നമുക്കൊരു 350 രൂപയുടെ ഒരു അർഡിനോ ബോർഡ്, 450 രൂപയ്ക്കൊക്കെ ഒരു അർഡിനോ ബോർഡ് കിട്ടും. ആ ഒരു ഒറ്റ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പല റോബോട്ടും മാറ്റി മാറ്റി, ഇപ്പം ഒരു നേരത്തേക്ക് നമുക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് വേറൊരു സിസ്റ്റം ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ബൈക്ക് മേടിച്ചു എന്ന് വിചാരിക്കുക. വീട്ടിലേക്ക് ഒരു ബൈക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ പോകാനായിട്ട് ആ ബൈക്ക് ഉപയോഗിക്കാം. നമുക്ക് അതേപോലെ കോളേജിൽ പോകാനായിട്ട് ആ ബൈക്ക് ഉപയോഗിക്കാം. നമുക്ക് അതേപോലെ ആരെങ്കിലും കാണാൻ പോകണമെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കിപ്പോ ഒരു യാത്ര പോകണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെയാണ് നമ്മുടെ ഒരു അർഡിനോ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിന് ഇപ്പം കടയിൽ പോകാൻ വേണ്ടി മാത്രം ഞാനൊരു ബൈക്ക് മേടിച്ചു വെച്ചിട്ട് ഞാനത് കടയ്ക്ക് വേണ്ടിയേ ഉപയോഗിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതേപോലെയാണ് ഒരു അർഡിനോ. നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് സക്സസ് ആയെന്ന് നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അത് ഉണ്ടാക്കാൻ മതിയെങ്കിൽ തൽക്കാലത്തേക്ക് അർഡിനോ ബോർഡ് മാറ്റിയിട്ട് അടുത്തൊരു കാര്യം ഉണ്ടാക്കാം. ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ 5000 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുന്നത് വളരെ വില കുറവാണ്. ഇതിന്റെയൊക്കെ വലിയ ഓട്ടോമാറ്റിക് സാധനങ്ങൾ വലിയ രീതിക്ക് ഉണ്ടാക്കണമെങ്കിൽ 20,000-30,000 രൂപയൊക്കെ ആവും. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 5000 രൂപ ഒരു വിലക്കുറവ് തന്നെയല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം നിങ്ങൾ ഈ ബാറ്ററി ഇല്ലേ, നമ്മുടെ ഈ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററി, അത് ഒരെണ്ണം എത്ര രൂപയാണ് നിങ്ങൾ ഇവിടെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ? 10 രൂപ. അത് നമ്മൾ തിരുവനന്തപുരത്ത് തകരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെന്ന് മേടിച്ച ഒരു ബാറ്ററി 2 രൂപയ്ക്ക് കിട്ടും. നമ്മളൊരു 100 ബാറ്ററി ഒക്കെ എടുക്കുകയാണെങ്കിൽ. നമ്മളിപ്പം ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ചെറിയൊരു കട ഇട്ടു, നമ്മുടെ നാട്ടിൽ ഒരു കട ഇട്ടു. ആ കടയിലേക്ക് എനിക്കൊരു 100 ബാറ്ററി മേടിച്ചു വെക്കണം. അപ്പൊ ഞാനത് തകരപ്പറമ്പിൽ പോയാണ് മേടിക്കുന്നതെങ്കിൽ എനിക്കൊരു ബാറ്ററി 2 രൂപയ്ക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്? 10 രൂപ. 10 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. അതേപോലെ ഈ ഒരു അർഡിനോ ബോർഡ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അതിൽ ഈ മൈക്രോ കൺട്രോളറും ഓസിലേറ്ററും ഈ സർക്യൂട്ടൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു അർഡിനോ ബോർഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ കൂട്ടുകാരിൽ തന്നെ ഒരു 5-6 പേര് ഇങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു ബോർഡ് ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട്, നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാതെ തന്നെ. അതേപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ആറ്റിങ്ങൽ ഈ പരിസരത്ത് നിന്നൊക്കെയാണ് നമ്മൾ നിങ്ങൾ ഈ മിനി മോട്ടോർ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കളിപ്പാട്ടിൽ നിന്നാണ് തല്ലി പിടിച്ചെടുക്കാറ്. എന്നാലും നമ്മളിവിടെ ആറ്റിങ്ങലൊക്കെ ചെന്ന് ചോദിച്ചാൽ ഇതൊരെണ്ണം 20 രൂപ 15 രൂപ എന്നൊക്കെ അവർ പറയും. പക്ഷെ തിരുവനന്തപുരത്ത് ഇതൊക്കെ ഒരു 10 രൂപയ്ക്കോ, പിന്നെ ഇവിടെ കിട്ടുന്നതിൽ ഒരു 5-10 രൂപ കുറച്ച് എന്തായാലും അവിടെ കിട്ടും. ഈ തകരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, തമ്പാനൂർ അടുത്താണിത്. അങ്ങനെ നമ്മളിപ്പം അങ്ങനെ കിട്ടുന്ന ഒരുപാട് സ്ഥലമുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെ മിക്ക സാധനങ്ങളും വിലക്കുറവിലൊക്കെ കിട്ടും. നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു GSM മൊഡ്യൂൾ മേടിക്കുകയാണെങ്കിൽ ഒരു 800 രൂപയാവും. അതേ സാധനം നമ്മൾ ആമസോണിൽ കൂടെ ഓൺലൈനായിട്ട് മേടിക്കുകയാണെങ്കിൽ 400 രൂപ ആകത്തുള്ളൂ. അപ്പം കറക്റ്റ് കാര്യങ്ങൾ നോക്കിയെടുക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്കെല്ലാം വില കുറച്ച് കിട്ടും. ഈ LED ബൾബ് ആരെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇവിടെ ആറ്റിങ്ങലോ ചെറിയ കീഴെന്നൊക്കെ? ഇല്ല.
നമ്മുടെ ഇത് എത്ര രൂപയാണെന്ന് അറിയാമോ? ഒരു LED ബൾബ് മേടിക്കുകയാണെങ്കിൽ? അല്ല, ഒരു ബൾബ് 50 വാട്ടിന്റെ ഒക്കെ നമ്മുടെ അല്ലടാ, ചെറിയ LED ബൾബ് ഇല്ലേ നമ്മുടെ? 1 രൂപ 5 രൂപയുടെ ഉണ്ട്. നമ്മൾ തകരപ്പറമ്പിൽ മേടിക്കുകയാണെങ്കിൽ 1 രൂപയ്ക്ക് നമുക്ക് 4 എണ്ണം ഒക്കെ കിട്ടും. ഇവിടെ അവിടെ 5 രൂപയ്ക്ക് ഒരെണ്ണം. സ്റ്റിക്കർ ലൈറ്റ് ആണ് സൈക്കിളിലൊക്കെ വയ്ക്കുന്ന. നമ്മുടെ സൈക്കിളിലൊക്കെ വയ്ക്കുന്ന സ്റ്റിക്കർ ലൈറ്റ് എത്രയാ ഇവിടെ? നമ്മുടെ ആറ്റിങ്ങൽ അത് 10 രൂപയ്ക്കൊക്കെ കിട്ടും. 10 രൂപയ്ക്ക് നമ്മൾ അവിടെ ചെന്ന് തകരപ്പറമ്പിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്കത് 2 രൂപ 5 രൂപ അതിനൊക്കെ കിട്ടും. സത്യത്തിൽ ഇതിനൊക്കെ വില കുറവാണ്. ഇത് ഈ കടയിലോട്ട് അവിടെ നിന്ന് അവർ ഹോൾസെയിൽ ആയിട്ടാണ് വിൽക്കുന്നത്. ഇവിടെ നമ്മൾ വന്ന് കടയിലോട്ട് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ആ ലാഭമൊക്കെ കൂട്ടി നോക്കിയിട്ടല്ലേ എന്തായാലും വിൽക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ വില കൂടുന്നത്, അവിടെ ആ വില കുറവ് വരുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം വില കുറവ് കിട്ടും. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു LED ബൾബ് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവര് മിനിമം ഒരു 4 എണ്ണേ തരത്തുള്ളൂ. കാരണം 4 എണ്ണമാണ് 1 രൂപ. അപ്പൊ നമുക്ക് ആ 4 എണ്ണ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചുവന്ന LED ബൾബ് ഒക്കെ ആണെങ്കിൽ ഒറ്റ കളറിൽ കത്തുന്നത്. ഈ അവിടേക്ക് ഈ 5 രൂപ എന്ന് പറയുന്നത് ഒരു LED തന്നെ 3 കളർ കത്തുന്ന കണ്ടിട്ടുണ്ടോ? ഒരു LED ബൾബിനകത്ത് അതിനെ RGB LED എന്നാ പറയുന്നത്. റെഡ് ബ്ലൂ ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് കൊടുക്കുന്ന വോൾട്ടേജിന്റെ വ്യത്യാസം അനുസരിച്ച് പല കളർ നമുക്ക് കത്തിക്കാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മുടെ സ്റ്റാറിലൊക്കെ ഇരിക്കുന്നതാണ്. സ്റ്റാറിൽ പല കളർ തന്നെ ഒരേ ലൈറ്റ് കത്തത്തില്ലേ? അതൊക്കെയാണ് അവിടെ 5 രൂപ എന്ന് പറയുന്നത്. ഇവിടെ അതൊക്കെ 10 രൂപ അടുപ്പിച്ചൊക്കെ ആവും. അവിടെ അതൊക്കെ 1 രൂപയ്ക്ക് ഒരെണ്ണം കിട്ടും. ഒരു സാധാ ഒറ്റ LED ആണെങ്കിൽ 1 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. അപ്പം അങ്ങനെ കറക്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യണ്ടേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്മാർട്ട് വില്ലേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ചോദിച്ചോ. ചേട്ടാ, നമ്മുടെ ഈ GSM മൊഡ്യൂളില്ലേ, അത് നമ്മൾ മാറ്റിയിട്ട് ഈ ആർഡിനോയിൽ തന്നെ നമ്മുടെ സ്പീക്കർ സെൻസർ ഉണ്ടല്ലോ, അത് നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ തന്നെ അത് തിരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ, അർഡിനോയിന് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അർഡിനോയിൽ ഇരിക്കുന്ന ഒരു മൈക്രോ കൺട്രോളർ ആണ്, മൈക്രോ പ്രോസസർ അല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യം അർഡിനോയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കപ്പാസിറ്റി അതിനില്ല. ഒരു ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു കഴിവില്ല. നമ്മൾ എന്ത് കോഡ് ചെയ്ത് വെക്കുന്നോ അത് മാത്രമേ അർഡിനോയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം വേണമെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൊഡ്യൂൾ മേടിക്കാൻ കിട്ടും. ചെറിയൊരു സർക്യൂട്ട് ബോർഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ ആ ഒരു ബോർഡ് മാത്രമേ നമുക്കത് അർഡിനോയിലോട്ട് കണക്ട് ചെയ്ത്. നീ ചോദിച്ച മറ്റേ ആമസോൺ അലക്സ പോലെയുള്ളതൊക്കെ അല്ലേ? അലക്സ എന്നൊക്കെ പറയുന്ന ഒരു മൈക്രോ പ്രോസസർ ആണ് സത്യത്തിൽ ഇരിക്കുന്ന ഒരു റാസ്ബെറി പൈ ആണ് ഞാൻ കാണിച്ചത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ റാസ്ബെറി പൈ പോലെയുള്ള ഒരു സിസ്റ്റം ആണ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈറ്റ്സിന്റെ ആ കിറ്റിനകത്തുണ്ട് ഈ ഒരു റാസ്ബെറി പൈ എന്ന് പറയുന്നത്. ചേട്ടത് ഗൂഗിളിലാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്? ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമോ? സെർച്ച് ചെയ്തൊക്കെ മേടിക്കാൻ കിട്ടും. ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് മേടിക്കാനൊക്കെ കിട്ടും. ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇതേ കണ്ടോ? പക്ഷെ റാസ്ബെറി പൈ ഒക്കെ നല്ല വിലയുള്ള സാധനമാണ്. അത് നമുക്ക് ഈ ഒരു 250 രൂപയൊന്നും കിട്ടത്തില്ല. കാരണം അതിന് അത്രയും കഴിവുണ്ട്. നമുക്ക് ഈ റാസ്ബെറി പൈ വെച്ചൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സിൽ നിങ്ങൾക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സാറ് വന്ന് ക്ലാസ് എടുക്കുന്നതാണ് സാധാരണ. കൈറ്റ്സിൽ നിന്ന് തന്നെ ആശ ടീച്ചറിന് കൂടുതൽ അറിയാൻ തോന്നുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടത്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ CPU ഇല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ CPU, ആ ഒരു വലിയ പെട്ടി CPU പകരം നമുക്ക് റാസ്ബെറി പൈ CPU പകരം നമുക്ക് ഈ ഒരു റാസ്ബെറി പൈ ഉപയോഗിക്കാം. അതായത് നമുക്ക് മോണിറ്ററും കീബോർഡും മൗസും UPS-ഉം പ്രിന്റർ നെറ്റിന്റെ കേബിൾ വരെ നമുക്ക് ഈ കാണുന്ന ഒരു റാസ്ബെറി പൈ ബോർഡിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് കണ്ടോ USB-യുടെ പോർട്ട് ഉണ്ട്, നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്, സ്പീക്കർ കണക്ട് ചെയ്യാനുള്ളതുണ്ട്, മൗസിന്റെ USB-C ടൈപ്പ് ഉണ്ട്, നമുക്ക് മോണിറ്റർ ഒക്കെ ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും, HDMI പോർട്ടൊക്കെ വെച്ചിട്ട്. അപ്പൊ അതെല്ലാം ഉള്ള ഒരു മൈക്രോ പ്രോസസർ ആണ് ഇതെന്ന് പറയുന്നത്. എടാ, ആരോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണേ.
ചേട്ടാ അതാണ്. ഏതടാ? ഓ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ അത്? ഞാൻ കാണിച്ചത് എന്റെ സാധനം. അത് തന്നെ അത് തന്നെ. ഇതാണ് ഒരു റാസ്ബെറി. പക്ഷെ ഇതിന് വില ഒരു 4000-3000 രൂപയൊക്കെ ആവും. എനിക്ക് തോന്നുന്നു 5000-നും 2500-നും ഇടയ്ക്കാണ് ഒരു സാധാ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ളൊരു റാസ്ബെറി പൈ കിട്ടുന്നത്. റാസ്ബെറി പൈയിൽ കൂടിയതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ 5000 ഒക്കെ ആവുമ്പോഴും 4 കണ്ടോ 2500 രൂപയ്ക്ക് 2 GB റാം ഉള്ള റാസ്ബെറി പൈ ആണ് കിട്ടുന്നത്. നമുക്കത് 4, 8 ഒക്കെ ഉള്ളത് കിട്ടും. പക്ഷെ അതനുസരിച്ച് ഈ വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും റാസ്ബെറി പൈയിലെ വില. എടാ ചോദിച്ചോ, അടുത്ത ഡൗട്ട് ചോദിച്ചോ. ചേട്ടാ ഈ റാസ്ബെറി പൈ നമുക്ക് ആർഡിനോ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലില്ല, അത് പാടാണ്. കാരണം റാസ്ബെറി പൈയില് പ്രോസസർ ആണുള്ളത്. അത് കറക്റ്റ് അതിന് വലിയ ലെവൽ കോഡിംഗ് ഒക്കെ വേണം. നമ്മൾ ഈ അർഡിനോ ചെയ്ത പോലത്തെ കോഡിംഗ് ഒന്നും അല്ല. അതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, പിള്ളേരായ നമ്മളെ കയ്യിൽ ഇപ്പോഴും നിൽക്കുന്നില്ല. അതൊക്കെ റാസ്ബെറി പൈ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിറക്കുന്നത്. പറഞ്ഞാൽ അത് പഠിക്കാൻ പറ്റും, ആ ടെക്നോളജി എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് അത്രയും വലിയ സംവിധാനങ്ങളൊക്കെ വേണം. നമുക്ക് വെറുതെ ഒരു വീട്ടിൽ ഇരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണം അല്ല. ഈ അർഡിനോ ബോർഡൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ആ മൈക്രോ കൺട്രോളർ മേടിച്ച് നമുക്ക് ഈ ഒരു ബ്രെഡ് ബോർഡിലേക്കൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ബ്രെഡ് ബോർഡിലേക്ക് നമുക്ക് റാസ്ബെറി പൈ ഒരു മൈക്രോ കൺട്രോളർ ഇറക്കി വെച്ചിട്ട് നമുക്ക് അർഡിനോ ഇരിക്കുന്ന ബാക്കി റെസിസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കുത്തി ഇറക്കി വെക്കുകയാണെങ്കിൽ ഇതിനെ തന്നെ നമുക്കൊരു അർഡിനോ ബോർഡാക്കി മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് റാസ്ബെറി പൈ അങ്ങനെ കിട്ടുന്നില്ല. അതിലിരിക്കുന്ന ഒരു മൈക്രോ പ്രോസറാണ്. നമ്മൾ ആ കമ്പ്യൂട്ടറിലേക്ക് ഇരിക്കുന്ന ഇന്റൽ i3 എന്നൊക്കെ കേട്ടില്ലേ, i3, i5, i7 പ്രോസസർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പ്രോസസറാണ് ഈ ഒരു റാസ്ബെറി പൈയിലിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ കോഡിങ് വെച്ച് പറ്റത്തില്ല. അതിന് കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നാലും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ റാം ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതരം പ്രോസസർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. നിങ്ങളൊരു പുതിയ ഫോൺ ഇറങ്ങുമ്പോ ബെഞ്ച് മാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ അളക്കുന്നതാണ് ഈ ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറയുന്നത്. അതിൽ ടോപ്പ് നിൽക്കുന്നത് നമ്മുടെ ബെഞ്ച് മാർക്ക് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ കിട്ടും, ആപ്പുകൾ കിട്ടും. നമ്മളെ ഫോണിലൊക്കെ ഉള്ള ആപ്പുകൾ കിട്ടും. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ബെഞ്ച് മാർക്ക് കണ്ടുപിടിക്കാനുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സെർച്ച് കൊടുക്കാം, എത്ര ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ജയരാജ് നാഥ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അറിയാമോ? ഈ പുതിയ ഫോണുകളും ടെക്കുകളൊക്കെ പരിചയപ്പെടുത്തുന്നേ. എന്തോ കേട്ടില്ല. ജയരാജ് നാഥ് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതേപോലുള്ള യൂട്യൂബേഴ്സ് അതെ, പുതിയ ഫോൺ ഇറങ്ങുമ്പോഴോ ഹെഡ്സെറ്റ് ഒക്കെ ഇറങ്ങുമ്പോഴോ അതൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് ജയരാജ് നാഥ്. അപ്പൊ അതേപോലെ ഒരുപാട്, അതൊക്കെ മലയാളത്തിലുള്ളവരാണ്. അതേപോലെ ഉള്ള ഒരുപാട് പേരുണ്ട് ഈ ഫോണിന്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവര് ടെക്നിക്കലി റിവ്യൂ നോക്കുന്ന ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബെഞ്ച് മാർക്ക് സ്കോർ എത്ര ഉണ്ടെന്ന് നോക്കും. ഇപ്പൊ അത് നിലവിൽ ടോപ്പ് നിൽക്കുന്നത് ആപ്പിളിന്റെ പ്രോസസറിനാണ് ബെഞ്ച് മാർക്ക് സ്കോർ ടോപ്പ് നിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രോസസർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ബെഞ്ച് മാർക്കൊക്കെ സെറ്റ് ചെയ്ത് മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ ബെഞ്ച് മാർക്കിന്റെ ഒരു ലെവലുണ്ട്, അത് എത്തിപ്പെട്ടാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട് പ്രോസസറായിട്ട് അംഗീകരിക്കുള്ളൂ. എടാ നോയ്സ് വരുന്നുണ്ട്, മ്യൂട്ട് ചെയ്യുന്നേ. ഓക്കെ എടാ മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് റാസ്ബെറി പൈ പോലുള്ള ഈ പ്രോസസ്സറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിൽ മൈക്രോ പ്രോസസ്സർ ആണ് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് അർഡിനോ വെച്ച് ചെയ്യാനുള്ള കുറെ ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ബോർഡാണ് ഈ ഒരു അർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ പല സെൻസറുകളൊക്കെ അതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. റാസ്ബെറി പൈയിലും ചെയ്യാൻ പറ്റും അതൊക്കെ, പക്ഷെ പൈസയും കൂടുതലാവും. അത്ര ഹൈ ലെവൽ സാധനങ്ങൾക്കാണ് ഈ ഒരു റാസ്ബെറി പൈ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ചേട്ടാ ഈ റാസ്ബെറി പൈ വെച്ച് നമുക്ക് ഈ അർഡിനോ മാറ്റിട്ട് റാസ്ബെറി പൈ വെച്ച് അതിന്റെ ഈ സ്പീക്കർ ഒക്കെ വെച്ച് നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ തിരിച്ച് പറഞ്ഞുതരും.
പറഞ്ഞുതരും. നമുക്ക് ഈ അർഡിനോ ബോർഡ് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹൈ ലെവൽ സാധനം, അതായത് നമ്മളിപ്പോ പറയുകയാണ്, നമ്മളിപ്പോ വീട്ടിൽ കയറുമ്പോൾ പറയുകയാണ് നമ്മളെ ഡൈനിങ് റൂമിലെ ലൈറ്റ് ഓൺ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആമസോൺ അലക്സ പോലുള്ള സാധനങ്ങൾ കേട്ടിട്ട് അത് നമുക്ക് ഈ റാസ്ബെറി പൈയിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതിന് പകരമാണ് ആ ഒരു ആമസോൺ അലക്സ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ഡിവൈസ് അവർ ആമസോൺകാരൻ ഉണ്ടാക്കിയെടുത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ആരുടെ എന്താ ഇതൊന്നും വേണ്ട, പെർമിഷനും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഒരു കാര്യം കുറഞ്ഞ വിലക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, അത് നമുക്ക് സ്വന്തമായിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോ ഈ ചെയ്ത ഒരു സർക്യൂട്ടും കാര്യങ്ങളും നമ്മളിപ്പോ ഈ ഒരു ഐഡിയ മാത്രം മതി, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചെയ്യാവുന്ന ഒരു ഐഡിയ നമ്മൾ ആമസോൺ പോലുള്ള ഒരു കമ്പനിക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പൈസക്ക് അവരത് എടുക്കും. പക്ഷേ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചെന്ന ഈ ഒരു സ്മാർട്ട് വില്ലേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നേരത്തെയൊക്കെ തന്നെ ഉണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ ചുമ്മാ കിട്ടും ഈ സാധനമൊക്കെ. അതൊക്കെ ഇപ്പം അടുത്ത ലെവലിലേക്കൊക്കെ പോയി. റാസ്ബെറി പൈ വെച്ച് തന്നെ ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. റാസ്ബെറി പൈ തനിയെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത്, റാസ്ബെറി പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച്, ഇന്റർനെറ്റുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് തന്നെയൊക്കെ ചെയ്യാൻ പറ്റും. പുതിയ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഇപ്പൊ മനസ്സിലാവത്തില്ല, അതാണ് ഞാൻ അങ്ങോട്ടൊന്നും ഒരുപാട് പോകാത്തത്. പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ലത് അർഡിനോ ആണ്. അതിൽ നിന്ന് നമുക്ക് പഠിച്ച് റാസ്ബെറി പൈയിലേക്ക് പോവാം, കമ്പ്യൂട്ടർ സയൻസിന്റെ അടുത്ത റോബോട്ടിക്സ് കാര്യങ്ങളിലേക്കൊക്കെ പോവാം, അങ്ങനെയുള്ള എല്ലാത്തിലോട്ടും പോകാൻ പറ്റും. വേറെ സംശയങ്ങളൊക്കെ ഉണ്ടോ ഇതേപോലെ തന്നെ ടെക്നിക്കലി ഉള്ള? ചേട്ടാ, iOS ആൻഡ്രോയിഡ് നമ്മുടെ വ്യത്യാസം എന്താണ്? iOS എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് iOS എന്ന് പറയുന്നത്. അതായത് ആപ്പിൾ കമ്പനി ഇറക്കുന്ന ഫോണുകൾക്ക്, അതേപോലെ തന്നെ അവരുടെ ലാപ്പ്, മാക്ബുക്ക്, ഐപാഡ്, അതിലൊക്കെ ഉള്ള അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആപ്പിൾ എന്ന് iOS എന്ന് പറയുന്നത്. ആപ്പിളിന്റെ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാനിപ്പോ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. വിൻഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പം അതിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. നിങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ആണ്. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ലിനക്സ് ആയിട്ടുള്ള ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിപ്പോ എനിക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഉബുണ്ടുവിന്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ആപ്പിളും ആൻഡ്രോയിഡ് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതൊക്കെ ആൻഡ്രോയിഡ് ഒരുവിധം മാറ്റാനൊക്കെ പറ്റുമെങ്കിലും ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതൊരു സെപ്പറേറ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ എന്താ പറയുക, വിൻഡോസ് എന്നൊക്കെ പറയുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. പിന്നെ iOS എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂർ ആണ്. കാരണം ഈ എന്താ പറയാ, ഹാക്കർമാർക്കൊക്കെ എളുപ്പം കയറാനൊന്നും പറ്റത്തില്ല. അവരെ അത്രയും സെക്യൂരിറ്റിയോട് കൂടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആൻഡ്രോയിഡിന് അത്രയും ഒരു സെക്യൂരിറ്റി അവകാശപ്പെടാനില്ല. അതിന്റെ കോഡൊക്കെ പഠിക്കുന്ന ഒരാൾക്ക്, ഈ ഒരു ആപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന കോഡ് പഠിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് ആൻഡ്രോയിഡിനെ എന്താ എററുകളും കാര്യങ്ങളും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതാണ് ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത്. സാംസങ്, എടാ മ്യൂട്ട് ചെയ്യണേ, നോയ്സ് വരുന്നുണ്ടേ. അതായത് ഈ സാംസങ്, അതേപോലെയുള്ള ഷവോമി, റിയൽമി, അവരെ പോലുള്ള കമ്പനികൾ മേടിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് വില കുറവാണ്, ആർക്ക് വേണോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഗൂഗിളൊക്കെ ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിളിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ആപ്പിളിൻ്റെതാണ് ഈ iOS എന്ന് പറയുന്നത്. അതാണ് അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പക്ഷേ ഈ iOS എന്താ പറയുക, അത്ര ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ iOSനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ആപ്പിൾ കമ്പനി പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ രീതിക്ക് മാത്രമേ നമുക്ക് അതിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പുതിയ ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്രീ ആണ്, അത് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആയിട്ടുള്ളതാണ്. അങ്ങനത്തതാണ് ഈ ഒരു ആൻഡ്രോയിഡ്. പിന്നെ ഇതിലുള്ള ഒരു വ്യത്യാസം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പം നിങ്ങളെ ടീച്ചർമാർ അല്ലെങ്കിൽ ടൂറിന്റെ ഗൈഡ് നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കിയിട്ട് പറയും ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടിറക്കിയിട്ട് പറയും ഇതാണ് നിങ്ങൾക്ക് കാണാനുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങളെ ചില സ്ഥലങ്ങളിലേക്ക് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ടൂർ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പൊക്കൂടെ? പോകത്തില്ല. അതേപോലെയാണ് iOS ആൻഡ്രോയിഡ് തമ്മിലുള്ള വ്യത്യാസം. iOS എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ടൂറും ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ടൂറും, നമ്മുടെ സ്വന്തമായിട്ട് ഇഷ്ടത്തിന് പോകുന്ന ഒരു ട്രിപ്പ്. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. iOSന് അത് ഒരു പറഞ്ഞ ഒരു ഇതുണ്ടല്ലേ? അവര് പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു സെക്കൻഡ്.
എടാ വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ? എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കും, നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ നിങ്ങളെ എല്ലാരും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് നോക്കാം. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കും, സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങളെ, നോക്കിയിരുന്നാൽ മതി സ്ക്രീനിലോട്ട്. വീഡിയോ ഓൺ ആക്കണവരെല്ലാം സ്ക്രീനിലോട്ട് കാണാൻ പറ്റും. എല്ലാരും ഉണ്ടോ അതോ ഓണാക്കി വെച്ചിട്ടൊക്കെ പോയാ വഴിക്ക്? അറിഞ്ഞൂടാ. നമ്മളെ കൂടെ ഉള്ള മൂന്നാമത്തെ ആളാണ് അഖിൽ എന്ന് പറഞ്ഞ താഴെ കാണുന്നത് കേട്ടോ. അഖിൽ അതാരി? അതുകൊണ്ട് താഴെ ഒരാളിരിപ്പുണ്ട്. എടാ ഹലോ എന്ന് പറഞ്ഞേ. ഹലോ. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ താഴെ അഖിൽ മണി? കണ്ട്. അതിലില്ലേടാ അവിടെ? എല്ലാരൊന്നും വന്നില്ല. എല്ലാരും ഓണാക്കാം, നമുക്ക് നോക്കാം. എല്ലാരും ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് പോവാം. ആശ ടീച്ചറൊക്കെ ഉണ്ട്. എന്നിട്ട് ആശ ടീച്ചറാണ് ആശ മോനൂസ്. ടീച്ചറാന്ന് തോന്നുന്നത്. നിങ്ങളൊക്കെ ഓണാക്കുക, നമുക്ക് നോക്കാം. മഹേഷേ ഓണാക്ക്. അതിലാടാ, അതിലും ഓണാക്കാ, പിള്ളേരൊക്കെ ഓണാക്കിയടാ. ഓക്കെ. അപ്പം എടുക്കാൻ പോവാണേ, സ്ക്രീനിലോട്ട് നോക്കിക്കോ. സ്ക്രീനിലോട്ട് നോക്കിക്കോളേ. ഓക്കെ. ഓഫ് ചെയ്തു. നിങ്ങൾക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഡൗട്ട് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അല്ലാതെ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഞാൻ ഇരിക്കാം. ഈ ടെക്നോളജി നിങ്ങളിപ്പോ iOS ആൻഡ്രോയിഡ് ഒക്കെ ചോദിച്ചതുപോലെ എന്തെങ്കിലും ഡൗട്ടോ? ചേട്ടാ ചാനലിന്റെ പേരൊന്നും കൂടെ പറഞ്ഞേ, സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. എടാ ജയരാജ് അതങ്ങനെ നിങ്ങൾ നോക്കണ്ട. ഓരോ ഫോണിനെ കുറിച്ച് നിങ്ങൾ അടിക്കുമ്പോ തന്നെ വരും. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ജയരാജി ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? ഞാൻ ആറ്റിങ്ങലടാ, ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്ത്. ഇദ്ദേഹം മറ്റേ ഫോണിന്റെ പുതിയ കാര്യങ്ങളൊക്കെ പറയും. എത്രയുണ്ട്, എങ്ങനെ ഫോണൊക്കെ കൊള്ളാമോന്ന് യൂസ് ചെയ്തിട്ട് ഒരുവിധം നല്ല റിവ്യൂ തന്നെയാണ്. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ഉണ്ട് കുറെ പേർക്ക്. ഞാൻ ഫോൺ എടുക്കാൻ നേരത്ത് എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇതാ റെഡ്മി നോട്ട് 8 പ്രോ ആണ്. ഇതെടുക്കാൻ നേരത്ത് ഒരുവിധമുള്ള യൂട്യൂബേഴ്സിന്റെ എല്ലാരെയും റിവ്യൂ ഒക്കെ നോക്കി. അതിൽ ഇന്ത്യയില് പ്രധാനപ്പെട്ട ഒരാളാണ് ഗീക്കി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാള് ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. ഗീക്കി രഞ്ജിത്ത്. ഇയാള് ഇംഗ്ലീഷും ഹിന്ദിയിലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ചെയ്തേക്കാം, പാവല്ലേ. ഇയാളുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല വീഡിയോസ് ആണ്. ഒരുവിധം ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇയാള് ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഫോൺ മാത്രമല്ല, ലാപ്പ്, പുതിയ ഹെഡ്സെറ്റ് കാര്യങ്ങള് എല്ലാം, TV, ആമസോൺ അലക്സ, അതേപോലുള്ള ഇറങ്ങുന്ന പ്രോഡക്റ്റ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പം ഇതേപോലുള്ള ചില ചാനൽസ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ ഈ ടെക്നോളജി ആയിട്ടുള്ള ബന്ധപ്പെട്ട. ചെയ്യും. ഇതേ ഒരുവിധമുള്ള എല്ലാ ഫോണുകളൊക്കെ ചെയ്യും. കണ്ട iPhone 12 ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏത് പ്രോഡക്റ്റും ഈ ചില ഫോൺ കമ്പനികള് അവരിതേപോലുള്ള എടുക്കാൻ വേണ്ടിയിട്ട്, ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ യൂട്യൂബേഴ്സിനെയാണ് സമീപിക്കുന്നത്. നമുക്ക് ഫോൺ വിപണിയിൽ വരുന്നതിന് മുന്നേ ഇതേപോലുള്ള ആൾക്കാർക്ക് അവർ ഫ്രീ ആയിട്ട് ഓരോ പീസ് അയച്ചു കൊടുത്തിട്ട് പറയും, റിവ്യൂ ചെയ്യാൻ പറയും. കാരണം ഇവരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ഈ കൂടുതൽ പേര് നോക്കി സാധനമൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ അത്രയും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോൺ കമ്പനീസ് ഒക്കെ ഒരുവിധം നല്ല പ്രോഡക്ട്സ് ഒക്കെ തന്നെ ഇറക്കാറുണ്ട്. ഒരുവിധം നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഈ ഗീക്കി രഞ്ജിത്ത് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഒരാളൊക്കെയാണ്.
റെഡ്മി വേറെ നോട്ട് ഇപ്പൊ കൊള്ളാമോ? കൊള്ളാം. ഞാനൊരു 6-7 മാസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് എടുത്തതാ. കൊള്ളാം. ഞാൻ ഗെയിം ഒന്നും കളിക്കാറില്ല. അല്ലാതെ യൂസ് ചെയ്തുവരെ സ്ലോയോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക്. ഗെയിം കളിക്കാറെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്. റിയൽ ക്രിക്കറ്റ് പണ്ട് എപ്പോഴോ കളിച്ചിരുന്നു, ഇപ്പൊ അതും ഇല്ല. അഖിലും അതിലോ ഞാൻ കളിക്കാറില്ല. അഖിലും അതിലും ഒക്കെ കളിക്കും. എനിക്ക് അത്ര അങ്ങോട്ട് വഴങ്ങത്തില്ല ഗെയിമൊന്നും. വേറെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ നമ്മൾ ഉപയോഗിച്ച ഈ ഒരു ടെക്നോളജിയില് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതോ? നമ്മള് ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഹാലോ ഡാലോഡ് ഒന്നും പറഞ്ഞു കൊടുക്കണമല്ലോ. ഏതാടാ? ഹലോ? ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഹാലോ ഹാലോ ഒന്നും പറഞ്ഞു കൊടുക്കുമല്ലോ. ഓ, ഒരു ഗെയിം അല്ലേ ഹാലോ എന്ന് പറഞ്ഞ? അത് ആഡാണ് സംഭവം. എന്ന് പറഞ്ഞാ ഇപ്പോഴ് എടാ മ്യൂട്ട് ചെയ്യണേ, നോയ്സ് പോലെ വരുന്നുണ്ടേ. അതായത് നമ്മളിപ്പം ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആപ്പുകളാണെങ്കിൽ അവർ അതിനകത്ത് മാക്സിമം പരസ്യം കുത്തിക്കയറ്റും. എന്നാൽ മാത്രമേ അത് ഉണ്ടാക്കിയ ആൾക്ക് അത് മുതലാകത്തുള്ളൂ. ഇപ്പൊ ഞാനൊരു ആപ്പ് ഇറക്കുകയാണെങ്കിൽ ഞാൻ രാവും പകലും കഷ്ടപ്പെട്ട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടായിരിക്കും ഒരു ആപ്പ് നല്ല രീതിക്ക് ഉണ്ടാക്കി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ആപ്പ് ഞാനിങ്ങനെ ചുമ്മാ ഇടുമ്പം എന്റെ ഒരു അധ്വാനത്തിനൊരു വില അവിടെ ഒരു അംഗീകാരം ലഭിക്കണ്ടേ. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആഡിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതായത് പരസ്യം കാണിക്കാനായിട്ട് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ പരസ്യ കമ്പനികൾ എന്റെ ആപ്പിലേക്ക് ഓരോ പരസ്യങ്ങളായിട്ട് കൊണ്ടുവന്ന് കയറ്റും. അപ്പൊ അതുവഴിയാണ് എനിക്ക് വരുമാനം കിട്ടുന്നത്. ഈ എന്റെ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാള് ഫ്രീ ആയിട്ട് കാണുമ്പോൾ എന്തായാലും ഒരാൾ അത് മേടിക്കും. അപ്പൊ അതിനകത്ത് കുറച്ച് പരസ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് എന്നെ പോലെ ഈ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിങ്ങനെ കിട്ടുന്നത്. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള ആപ്പിലൊന്നും ഈ പരസ്യങ്ങൾ ഒരുപാട് കാണാറില്ല. ഫ്രീ ആയിട്ട് വരുന്ന സാധനങ്ങളിലാണ് ഈ ഹാലോ എന്ന് പറയുന്നത്. ഈ പരസ്യത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആപ്പാണ്. എന്ന് പറഞ്ഞാൽ അവരെ പരസ്യങ്ങളാണ് ഒരുപാട് പേരും യൂസ് ചെയ്യുന്നത്. അത് എന്താ പറയുക, അത് യൂസ് ചെയ്യുമ്പോൾ ഈ പൈസ കിട്ടാനുള്ള പൈസയുടെ റേറ്റ് കൂടുതലായിരിക്കും. നമ്മളൊരു പരസ്യം കാണുമ്പോൾ ഈ ആപ്പ് ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഈ ഹാലോയ്ക്ക്. അതാണ് ഈ ഹാലോ ഒരുപാട് ആപ്പിൽ നമ്മൾ കണ്ടുവരുന്നത്. അവിടെ ചോദിച്ചോ. ചേട്ടാ, ഈ ഗൂഗിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാക്കർമാരൊക്കെ നമുക്ക് ചെയ്യൂലേ? ഇപ്പൊ ഇത് ലീഗലാണോ എന്നൊക്കെ അറിയാൻ വല്ല ആപ്പുകളോ അതിനൊക്കെ മാർഗങ്ങളോ വല്ലതും ഉണ്ടോ? എന്ന് പറഞ്ഞാൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ ഫോട്ടോഷോപ്പ് ഇല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് ഒക്കെ നല്ല പെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ്. അതേപോലെ വേറൊന്നും പറയണ്ട, നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന വിൻഡോസ്, വേർഡ്, പവർ പോയിന്റ് പ്രസന്റേഷൻ ഇതെല്ലാം പെയ്ഡ് ആയിട്ടുള്ള ആപ്പാണ്. പക്ഷേ അതിനൊക്കെ പൈസ ഒരുപാടാവും. എന്ന് പറഞ്ഞാൽ വിൻഡോസിന്റെ ഒറിജിനലിന് തന്നെ 4000-5000 രൂപയൊക്കെ ആവും ഒറ്റ യൂസറിനുള്ള CD. അപ്പം അത് മേടിക്കാൻ എന്തായാലും നമ്മുടെ കയ്യിൽ പൈസ കാണത്തില്ല. നമ്മൾ 40,000 രൂപ കൊടുത്തിട്ട് ലാപ്പ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാശ് ചെലവ് വരും. എന്നിട്ട് നമ്മളൊരു 5000 രൂപ കൊടുത്ത് 45 രൂപയ്ക്ക് എന്തായാലും ലാപ്പ് എടുക്കാനൊന്നും നോക്കത്തില്ല. അപ്പം ലാപ്പൊക്കെ പുതിയ ലാപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തായാലും ഒറിജിനൽ വിൻഡോസ് ആയിരിക്കും വരുന്നത്. ആ ഒരു വിലയും കൂടെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും അവർ ലാപ്പ് വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു വിൻഡോസ് അടിച്ചു പോയാൽ രണ്ടാമത് ചെല്ലുമ്പം നമ്മൾ ഒരിക്കലും ഒറിജിനൽ ഇടാറില്ല, ക്രാക്ക് ഇടാറുള്ളൂ. അതേപോലെ തന്നെ ഏത് ആപ്പ് എടുത്താലും അതിന്റെ ക്രാക്ക് നമുക്ക് കിട്ടും. സംഭവം ഇല്ലീഗലാണ് സത്യത്തിൽ. പിടിച്ചാൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കമ്പനി പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെല്ലാം അതെല്ലാം നോക്കിയിട്ടാണ് ഈ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്റെയിലും കിടക്കുന്ന വിൻഡോസിന്റെ ഒറിജിനൽ ഒന്നും അല്ല. പണ്ട് ലാപ്പ് ഒരു ഇടയ്ക്ക് അടിച്ചു പോയായിരുന്നു. ഞാൻ മേടിച്ചതിന് ശേഷം എന്റെ ലാപ്പ് ഇപ്പം 5-6 കൊല്ലം ആ ലാപ്പ് എടുത്തിട്ട് ഇടയ്ക്ക് അടിച്ചു പോയപ്പോൾ ഞാൻ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തത് വിൻഡോസിന്റെ ക്രാക്കാണ്. അതേപോലെ ഫോട്ടോഷോപ്പ് ക്രാക്കാണ്. മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഹാക്കർമാര് ഇതിന്റെ ഒറിജിനൽ ക്രാക്ക് ചെയ്തിടുമ്പോൾ ഹാക്കേഴ്സിന് എന്തെങ്കിലും ലാഭം വേണം. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വൈറസിനെ നമ്മളെ കൂടെ കയറ്റിവിടും. ഈ വൈറസ് വന്നിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഫയലെല്ലാം വേണമെങ്കിൽ ചോർത്തി ഇതുണ്ടാക്കിയ ഹാക്കറിന് കൊണ്ടു കൊടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഹാക്കർമാര് നിർമ്മിക്കുന്നതെല്ലാം അവരുടെയും കൂടെ ഒരു ലാഭത്തിന് വേണ്ടിയിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് ക്രാക്ക് ചെയ്ത് തരികയാണ്. പബ്ജിയുടെ ക്രാക്ക് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ പബ്ജിയുടെ ക്രാക്ക് ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോയിനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന രീതിക്ക്, അല്ലെങ്കിൽ എന്താ RP എന്നാണോ അതിന് പറയുന്നത്, എന്തോ പറയുമല്ലോ അതിന്റെ പൈസ,
യൂസ് അത് തന്നെ. നമ്മൾ അൺലിമിറ്റഡ്, ഞാൻ നിങ്ങൾക്ക് അൺലിമിറ്റഡ് യൂസ്, നിങ്ങൾക്ക് 1,00,000 യൂസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1,00,000 യൂസിന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്റെ ഒരു ആപ്പ് വെച്ചിട്ട് ഞാൻ 1,00,000 യൂസ് ഞാൻ നിങ്ങൾക്ക് വെറുതെ തന്നു. പക്ഷെ മറിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ തരുന്ന ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന വിവരങ്ങളെല്ലാം എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു വൈറസിനെ ഞാൻ ഈ ആപ്പിന്റെ കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണിന് അറിയാൻ പറ്റത്തില്ല. ഫോൺ വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാം അലോ കൊടുത്തല്ലേ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഐ അഗ്രി അല്ലെങ്കിൽ അലോ ഡിനൈ, അതിൽ നിങ്ങളെല്ലാം അലോ കൊടുക്കത്തില്ലേ? അല്ലേ? ഈ കൊടുക്കുന്ന അലോ എന്താണെന്ന് ആരെങ്കിലും ഒക്കെ വായിച്ചു നോക്കാറുണ്ടോ? നമ്മുടെ ഫോൺ അത് തന്നെ അവസ്ഥ. നോക്കിയാൽ മതി. ഈ അടുത്ത് വന്ന ഏറ്റവും വലിയ വിരോധാഭാസമാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ ഇല്ലേ? ഫോണിൽ നമ്മൾ കാൽക്കുലേറ്ററിന്റെ ഒരു ആപ്പ് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഫോൺ വിളിക്കാനുള്ള പെർമിഷൻ നമ്മൾ അലോ കൊടുക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ഫയൽസിന്റെ എല്ലാം ചോദിക്കാറുണ്ട്. എന്തിനാ കാൽക്കുലേറ്റർ, എന്തിനാ ഫോൺ വിളിക്കാനുള്ള SMS അയക്കാനുള്ള ടെക്നോളജി? ഞാൻ കണക്കൂട്ടിട്ട് ആർക്കെങ്കിലും വിളിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ആ ഒരു പുറകിൽ നടക്കുന്ന കാര്യമാണ്. നമ്മള് അങ്ങനെ വായിച്ചു നോക്കാൻ നിൽക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഒന്നും ആരും ഉപയോഗിക്കത്തില്ല. അതിന് നല്ലത് iOS ആണ്. ഒരു പരിധി വരെ iOS ആണ് ഏറ്റവും നല്ലത്. പക്ഷെ ആപ്പിളിന്റെ പ്രോഡക്റ്റ് ആണ്, പൈസ ആയോണ്ട് നമ്മൾ ഒരുപാട് പേര് നോക്കാറില്ല. പിന്നെ നമ്മുടെ ഗൂഗിളിൽ ഉണ്ടോ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടുപിടിച്ചു കൊടുത്താൽ ട്രാക്ക് ചെയ്ത് ഗൂഗിളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും വെബ്സൈറ്റ് വഴി? പറ്റും. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഒരു ആപ്പിന്റെ ക്രാക്ക് ഉണ്ടാക്കിയിട്ട് ഞാനൊരു വെബ്സൈറ്റ് ഇട്ടിട്ട് ആ വെബ്സൈറ്റ് ഞാൻ ഗൂഗിളിൽ കൊടുക്കണം. ഞാൻ നെറ്റിൽ അതിനെ ലൈവ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ വന്നിട്ട് അൺലിമിറ്റഡ് യൂസി പബ്ജി ക്രാക്ക് എന്നാണ് എന്റെ ആപ്പിന്റെ പേര്. അപ്പൊ അത് നീ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്റെ സൈറ്റിനെ ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ച് നിന്റെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിച്ചേരും. അല്ലല്ല, iOSന് അവരായിട്ട് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ, iOSന്റെ പ്ലേ സ്റ്റോർ ഉണ്ട്. അവരുടെ ആ പ്ലേ സ്റ്റോറിൽ വരുന്ന ആപ്പുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് iOSൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് iOS കുറച്ചുകൂടെ നല്ല രീതിക്ക് തന്നെ സെക്യൂർ ആണെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരുത്തർ വേണമെങ്കിൽ എന്റെ ലാപ്പിനകത്ത് കയറിയിട്ട് കണ്ടുപിടിക്കുക. എന്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസ് എന്റെ ഫോണിൽ മാത്രമേ ഉള്ളെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പം എന്റെ ഫോണിനകത്ത് ഒരു വൈറസ് ഞാൻ അറിയാതെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ അറിയാൻ പറ്റും ചേട്ടാ ഈ ഫോണില് വൈറസ് കയറിയിട്ടുണ്ടായില്ലേന്ന്? അത് ചിലപ്പം ഫോൺ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു വൈറസ് ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വൈറസ് ഇല്ലെന്ന് വിശ്വസിച്ചങ്ങ് ഇരിക്കുക. അതേ പറ്റത്തുള്ളൂ. ഞാനൊക്കെ ഇതിനകത്ത് എത്ര ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്റെ ഫോണിനകത്ത്. ചേട്ടാ അപ്പൊ നമ്മൾ ഈ ഫാക്ടറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറസ് ഒന്നും കയറിവിടില്ലോ? അല്ല, കയറിയാലും പോവില്ലേ? പോകുമ്പോ ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റ വൈപ്പ് ഓൾ ഡാറ്റ കൊടുത്താൽ നമുക്ക് ഇതിനകത്തുള്ള ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ പുതിയൊരു ഫോൺ മേടിച്ച് എങ്ങനെ ഇരിക്കുമോ അതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ റെഡ്മി ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? റെഡ്മി സാംസങ് J1 ആണ്. കുഴപ്പമില്ലടാ. റെഡ്മിയില് പുതിയ MIUI 12 പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാരും ചെയ്യരുത്. ആ അപ്ഡേറ്റ് ചെയ്ത ഫോൺ തനിയെ റീസ്റ്റാർട്ട് ആവുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിൽ ഈ ഒരു സർവീസ് സെന്ററിൽ കൊടുത്താൽ മാത്രമേ നമുക്കത് ശരിയായി കിട്ടത്തുള്ളൂ. അപ്പൊ തൽക്കാലത്തേക്ക് MIയുടെ ഫോണുകൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ MIUI 12 അപ്ഡേറ്റ് ഇപ്പൊ ചെയ്യാതിരിക്കുക. ഒരുപാട് പേർക്ക് അടിച്ചുപോയ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ തന്നെ ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഹാക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധമുള്ളതൊക്കെ അതിനകത്ത് ഒരാൾക്കാർ ലേഖനങ്ങളാക്കി തയ്യാറാക്കിയിടും. ഇപ്പൊ ഫേസ്ബുക്ക് കൊണ്ട് അങ്ങനെയും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഇതിൽ നോക്കിയിട്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഒരു 90% കാര്യങ്ങൾ ഞാൻ അതിലിങ്ങനെ ഓരോ പോസ്റ്റുകളൊക്കെ വായിച്ച് കണ്ടുപിടിക്കുന്നതാണ്. നല്ലൊരു ഗ്രൂപ്പാണ് അത്, ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ റെഡ്മി എന്താ കുഴപ്പം? എനിക്ക് നെറ്റ് പോയി, അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. റെഡ്മിയുടെ MIUI 12 പുതിയ അപ്ഡേറ്റ് ചെയ്യണ്ട കേട്ടോ. ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബഗ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടു. എന്ന് പറഞ്ഞാൽ ഫോൺ തനിയെ റീസ്റ്റാർട്ട് ആവും. നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം റീസ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. അതിന് പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ഡൗൺഗ്രേഡ് ചെയ്ത് അത് നമുക്ക് സർവീസ് സെന്ററിൽ കൊടുത്തേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫോണിനെ കുറിച്ച് അത്രയും അറിവുള്ള ഒരാളായിരിക്കണം എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ.
അല്ല ഏട്ടാ, നമ്മുടെ ഈ ഗാലക്സി, നമ്മുടെ സാംസങ് ഗാലക്സി ഇതിനകത്തെ ഫോണുകളിൽ നമ്മുടെ റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടിയിൽ സെക്യൂർഡ് ബൈ നോക്സ് എന്ന് നമ്മൾ ചെയ്തല്ലോ, നോക്സിൽ. അപ്പൊ നമ്മൾ ഈ ഫോണില് വേറെ സാധനം കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ബൈ നോക്സ് എന്നുള്ളത് അവര് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നോക്സിനെയും കടത്തി വെട്ടിച്ച ഒരു സാധനം അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും പവർഫുൾ ആയിട്ടുള്ളതായിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അത് സോഫ്റ്റ്വെയറിലൂടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റിവാർഡ് കിട്ടും, പൈസ. ഗൂഗിളിന്റെ തെറ്റൊക്കെ കണ്ടുപിടിച്ചു കൊടുത്താൽ അവർ ലക്ഷങ്ങളാണ് കൊടുക്കുന്നത് ഈ കണ്ടുപിടിച്ച ആൾക്ക്. എന്റെ ഒരു കൂട്ടുകാരന് കിട്ടിയിട്ടുണ്ട്, എന്റെ കൂടെ ഗോകുലം സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരൻ. എത്ര റോട്ടി? അവന് ഗൂഗിളിന്റെ ഒരു ജോബ് ഓഫറാണ് കിട്ടിയത്. ഗൂഗിളിൽ ചെന്ന് ജോലി ചെയ്യുന്നു. പിന്നെ 1 ലക്ഷം രൂപ അടുപ്പിച്ച് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു അവന്, ഒരു തെറ്റ് കണ്ടുപിടിച്ചു കൊടുത്തതിന്. അത് പക്ഷെ നല്ല തല വേണം. അവൻ കൊച്ചിലെ തൊട്ടേ ഒരു 3ാം ക്ലാസ് 4ാം അപ്പൊ ക്ലാസ് ഈ തൊട്ട് ഹാക്കർമാരെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഇതൊന്നുമില്ലേ? കിട്ടും, എവിടെ കൊടുത്താലും പൈസ കിട്ടിക്കൊള്ളും. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന തെറ്റ് ഒരു തെറ്റായിരിക്കണം. അതൊരു ബഗ്ഗാണ് അല്ലെങ്കിൽ അതൊരു വൈറസ് ആണ് എന്നുള്ളത് കമ്പനിക്ക് ബോധ്യപ്പെടണം. നമ്മളത് പ്രൂഫ് സഹിതം കാണിച്ചു കൊടുക്കണം. അല്ല ചുമ്മാ എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾ അത് എടുക്കുമ്പോ ആ സ്ക്രീൻ മിന്നി കത്തുന്നു, അതൊരു വൈറസ് ആണെന്ന് പറഞ്ഞു എന്താ? അതൊന്നും പറ്റത്തില്ല. നമ്മൾ ആ സോഫ്റ്റ്വെയർ സൈഡ് കറക്റ്റ് ആയിട്ട് നോക്കി ചെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല ആ നമ്മളീ കാണിച്ചു കൊടുത്ത തെറ്റല്ലെങ്കിൽ എന്ത് ചെയ്യണം? തെറ്റല്ലെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല, പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടും നമ്മളെ. ഞാനിപ്പോ ഒരു വെബ്സൈറ്റ് എടുത്ത് കാണിച്ചു തരാം. IEEE SCTSB എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണത്. ഓക്കെ, ഇത് നമ്മുടെ കോളേജിനെ, ഞാൻ നിങ്ങൾക്ക് IEEEയുടെ ഭാഗമായിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കാൻ വന്നത്. അപ്പൊ നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിനകത്ത് എത്ര തെറ്റുണ്ടെന്ന് ഞാനിപ്പോ കണ്ടുപിടിച്ചു തരട്ടെ. ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അഖില അവിടെ ഉണ്ടാടാ നീ? അഖിലിപ്പോ ചിരിക്കുന്നുണ്ടായിരിക്കേ. അഖില എവിടെ ഉണ്ടാടാ? ആരാണ് എന്തോ അഖിൽ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നാളെ പരീക്ഷയുണ്ട്, അപ്പൊ ഇനി പഠിക്കാൻ പോയാ എന്തോ ഓഫ് ചെയ്ത് വെച്ചിട്ട്. കുഴപ്പമില്ല, ഞാൻ കാണിച്ചു. കുഴപ്പമില്ല. എടാ, ഞാൻ നമ്മളെ SBയുടെ വെബ്സൈറ്റ് ഇല്ലേ, നമ്മുടെ സ്റ്റുഡന്റ് ബ്രാഞ്ചിന്റെ വെബ്സൈറ്റില് എത്ര തെറ്റുണ്ടെന്ന് പിള്ളേർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോവേണേ. അപ്പം ഇവിടെ ഈ ഒരു ക്രോസ് മാർക്ക് കിടക്കുന്നുണ്ടോ മുകളിലായിട്ട്? കണ്ടു. ഈ വലതുവശത്ത് മുകളില് ഒരു ചെറിയൊരു 6 എന്ന് എഴുതിയിട്ട് ഒരു ചുമന്ന ക്രോസ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ മൗസ് കൊണ്ട് വെച്ചിരിക്കുന്ന അവിടെ. കണ്ട്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 6 മിസ്റ്റേക്കുകൾ ഉണ്ടെന്നാണ് കാണുന്നത്. കണ്ടോ, ഈ ചോപ്പി കിടക്കുന്നുണ്ടോ? ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് 6ഓളം മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ഞാനാണ്. അതില് 6 തെറ്റുണ്ട്. ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ഞാനാണ്. പക്ഷേ അത് ആ ഒരു തെറ്റല്ലെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് നേരെ ഓടിക്കോടും, കുഴപ്പമൊന്നുമില്ല. അത് ഞാനിപ്പം ആ ഒരു തെറ്റ് മാറ്റാനായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ 18 തെറ്റ് അതിന്റെ പുറമേ വരും. ആ 18 എണ്ണം ഞാൻ മാറ്റി അത് 108 തെറ്റായിട്ട് പിന്നെയും വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള 6 തെറ്റുകളാണ് അവിടെ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കോഡ് എഴുതിയപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് വേണം, പക്ഷെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യത്തില്ല, പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഈ തെറ്റുകളെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കോഡ് എഴുതിയിട്ട് എന്റെ വെബ്സൈറ്റിലേക്ക് ആ കോഡിനെ വിളിച്ചോണ്ട് വന്നില്ല. അത് കാരണം ഉണ്ടായ 6 തെറ്റുകളാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ അർഡിനോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അർഡിനോ തന്നെ ഇഷ്ടം പോലെ തെറ്റുകളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പക്ഷെ കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് പൈസ കിട്ടത്തില്ല. കാരണം അർഡിനോ ഫ്രീ ആണ്. ആർക്ക് വേണോ അർഡിനോയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ കോഡും കാര്യങ്ങളും അവരെ നെറ്റിൽ കിട്ടും, അവരെ സൈറ്റിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് അർഡിനോയ്ക്കെതിരെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ ഇങ്ങനെ തെറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഗൂഗിൾ പോലുള്ള കമ്പനിക്ക് കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പം മണി 8:30 ആയി. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് എന്റെ ഫോണിൽ ചാർജ് ചെയ്യാറായി.